ഓക്കെ, റെഡി. ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ള ടോപ്പിക്ക് കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് ഡേയിൽ നമ്മൾ അല്ലെങ്കിൽ ഫസ്റ്റ് ആയിട്ട് കാണുമ്പോൾ നമ്മൾ അവരുമായി എങ്ങനെയൊക്കെയാണ് ഡിസ്കസ് ചെയ്യുക, സംസാരിക്കുക, റാപ്പ് ബിൽഡ് ചെയ്യുക എന്ന ടോപ്പിക്കാണ് പഠിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്ന് അത്യാവശ്യമുള്ളത് പുതിയതായി വന്ന ആളുകളെയാണ്. പുതിയ ആളുകൾ തന്നെയാണ് കാര്യമായിട്ട് വളർന്ന് എത്തിയിട്ടുള്ളത് തന്നെ. അപ്പോ ചോദ്യം ഇങ്ങനെയാണ്: നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ സാധാരണ സംസാരിക്കാറുണ്ട്, എങ്ങനെയാ സംസാരിക്കാറുള്ളത് നമ്മൾ ശ്രദ്ധിക്കാറൊന്നുമില്ല, നമ്മൾ അങ്ങനെ സംസാരിക്കും. ഒരു പുതുതായി ഒരാളെ കിട്ടിയാൽ നമ്മൾ എങ്ങനെയാണ് സംസാരിക്കുക എന്ന് എനിക്ക് നിങ്ങളോടൊന്ന് ഡിസ്കസ് ചെയ്താൽ താല്പര്യമുണ്ടെന്ന് തോന്നുന്നു. അപ്പോ നിങ്ങൾ ആ രീതിയിലൊന്ന് സംസാരിച്ചാൽ നന്നായിരിക്കും. നിങ്ങളുടേതായ ശൈലിയിൽ എങ്ങനെയാണ് പുതിയ ഒരാളെ കിട്ടിയാൽ നിങ്ങൾ സംസാരിക്കുക എന്നാണ് ചോദിക്കുക. അപ്പോ സ്റ്റാർട്ട് ചെയ്യണത് അബ്ദുൽ സമദ് വാഫി തന്നെ ആയിക്കോട്ടെ. സംസാരിക്കാൻ പ്രയാസമുണ്ടോ? റിനിയാമ എങ്ങനെയാ സംസാരിക്കുന്നുണ്ടാവുക? പുതിയതായി ഒരാളെ കിട്ടിയാൽ നിങ്ങൾ എങ്ങനെയാണ് സംസാരിച്ചു തുടങ്ങുക? നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടാൻ വേണ്ടി പോകണം. അപ്പൊ നിങ്ങൾ എന്നോട് എന്തൊക്കെയാണ് ചോദിച്ചു തുടങ്ങുക? ആദ്യം അവരുടെ പേര് ചോദിക്കും, എവിടെന്നാണ്, എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ, അല്ലെ എന്തെടുക്കുവാണ്. പിന്നെ സാധാരണ ഡിസ്കസ് നടക്കും. ആ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ വല്ല പരിപാടികൾ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അടുത്ത ചോദ്യം കാണുന്നു, അവർ ഉത്തരം പറയുന്നു. അങ്ങനെ അല്ലാണ്ട് മാനസികമായി നമ്മൾ വല്ല വർക്കുകളും ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കും. ഇല്ല, ജസ്റ്റ് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കും, അങ്ങനെയല്ലേ? ആ ചോദിക്കുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയാണ് അവരോട് പ്രതികരിക്കാറുള്ളത്? അവര് ചോദിക്കുന്നതിന് നമ്മൾ ചോദിക്കുമ്പോഴൊക്കെ മുഖത്ത് എന്തെല്ലാം എക്സ്പ്രഷൻ വരുത്തും നിങ്ങൾ? ബോധപൂർവമോ അറിയാതെയോ? സന്തോഷമായിരിക്കും ചോദിക്കുമ്പോ, മുഖത്ത് സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടായിരിക്കും. അറിയാനുള്ള ഒരു ആകാംക്ഷ. നമ്മളോട് സംസാരിക്കാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ നമ്മള് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ പറ്റിയൊക്കെ ഒന്ന് നമ്മളെ ഇപ്പൊ അധ്യാപകരാണെങ്കിൽ, ഇപ്പൊ എന്റെ അതേ ലെവലിലുള്ളവരാണെങ്കിൽ അങ്ങനെ സ്കൂളിലെ കാര്യങ്ങളൊക്കെ ചോദിക്കും. കുട്ടികള് സ്കൂളിലുണ്ടോ, പിന്നെ വിശേഷങ്ങളൊക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കും. വേറെ ഫീൽഡ് ആണെങ്കിൽ ഇച്ചിരിയുടെ ഡീറ്റെയിൽ ആയിട്ട് ആ വിഷയത്തെ കുറിച്ച് നമുക്ക് അറിയാൻ വേണ്ടി ജിജ്ഞാസയോട് കൂടെ ചോദിക്കും. നാട്ടുകാരാണെങ്കിൽ, നമ്മൾ ഒരേ നാട്ടുകാരൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ആ ഭാഗത്ത് നമ്മുടെ ബന്ധുക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരെ അറിയുവോ, അവരുടെ ആ ഭാഗത്താണോ താമസം, അങ്ങനെ അങ്ങ് പോകും സംസാരം. ഇനി നമുക്ക് അടുത്തൊരാളോട് ചോദിച്ചേക്കാം. സമദ് വാഫി ഓക്കെ ആയോ? മൈക്ക് ഓക്കെ, റെഡിയാ? ഓക്കെ. നിങ്ങൾ എങ്ങനെ പുതുതായി ഒരാളെ പരിചയപ്പെടും? നോ പ്രോബ്ലം. പുതുതായി ഒരാളെ എങ്ങനെയൊക്കെ പരിചയപ്പെടുന്നതാണ് ചോദ്യം. ആദ്യം ഗ്രീറ്റ് ചെയ്യും, പിന്നീട് വിവരങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കും. നമ്മൾ പരിചയമുള്ള ആളാണെങ്കിൽ മുമ്പത്തെ വിവരങ്ങൾ അറിയാവുന്ന, നമുക്കും അവർക്കും അറിയാവുന്ന കാര്യങ്ങൾ, അവരെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ചോദിക്കും. ഇനി എക്സ്ട്രാ ഉള്ള ഒരു ചോദ്യം എങ്ങനെയായിരുന്നു? മാനസികമായി നിങ്ങൾ എന്തെല്ലാം ചെയ്യും? ചോദ്യങ്ങൾ ചോദിക്കുന്നത് വ്യക്തിപരമായിട്ട്. മാനസികമായി അവരെ നമ്മൾ കാണുന്നതിനനുസരിച്ച്, ശരിക്കും അവർ കാണുമ്പോൾ വല്ലാതെ പിന്നെ പ്ലഷർ ഇല്ലാത്ത രീതിയിലാണെങ്കിൽ, ഹാപ്പി അല്ലെങ്കിൽ അതനുസരിച്ച് എന്താ വിഷയങ്ങൾ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഫാമിലി കാര്യങ്ങളൊക്കെ എന്താണ്, വിഷയങ്ങളുണ്ടോ, ബുദ്ധിമുട്ടുകളുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസ് ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ നമ്മളെ ഫ്രണ്ട്ഷിപ്പിലൊക്കെ അങ്ങനെ ആളുകളെ പലപ്പോൾ കാണാതെ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മളെ വർക്ക് ചെയ്യുന്ന ഏരിയയിലെ ആളുകളെയും കാണുമ്പോഴൊക്കെ ചോദിക്കാറുണ്ട്. ഇവിടെ നിങ്ങളുടെ ബ്രീത്തിങ് കപ്പാസിറ്റി കൂടുതലാണ്. അതായത് ഒരു വാക്കെടുത്തിട്ട് നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളൊരു സ്കില്ല് നിങ്ങളുടെ ഉണ്ട്. അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരൊറ്റ ശ്വാസത്തിലാണ് നിങ്ങൾ നീണ്ട് സംസാരിക്കുന്നത്. അത്ര ബ്രേക്ക് ചെയ്യാന് നമ്മൾ അത്ര ബ്രീത്ത് എടുക്കാത്തത് കൊണ്ട് നല്ല റിസ്ക് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതല്ലോ?
പൊതുവെ നമ്മള് ആളുകളോട് നന്നായി മിങ്കിൾ ചെയ്ത് സംസാരിക്കുന്ന പ്രകൃതിയാണ്. അപ്പൊ അതെ. നന്നായി സംസാരിക്കാറുണ്ട്. അതല്ല, ഞാൻ ഒറ്റ ശ്വാസത്തിലാണ് ഇത്രയധികം കാര്യങ്ങൾ പറയുന്നു എന്ന് നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ എന്ന ചോദ്യം. ഇല്ല ശ്രദ്ധിക്കാറില്ല. ഇനി ഞാൻ ഇങ്ങനെ ചോദിക്കട്ടെ, ഇപ്പൊ ഇന്ന് രണ്ടുപേർ, ഞാൻ റിനിയാമയോടും നിങ്ങളോടും സംസാരിച്ചപ്പോ നിങ്ങൾക്ക് രണ്ടുപേർക്കും തോന്നിയ ഫീലിംഗ്, ഇത്ര കാലം സംസാരിച്ചതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും ഫീൽ ചെയ്തോ എന്നോട് സംസാരിക്കുമ്പോൾ? കുറച്ചും കൂടി ഒരു അടുപ്പം തോന്നിയോ എന്നാ ചോദ്യം. റിനിയാമയും മൈക്ക് ഓൺ ചെയ്യാം, സമദ് വാഫിയും മൈക്ക് ഓൺ ചെയ്യാം. അടുപ്പം തോന്നി സാറേ, ഫ്രീ ആയിട്ട് സംസാരിക്കാനായിട്ട് തോന്നി. ഒരു മൈൻഡ് വന്നു അല്ലെ? നിങ്ങൾക്കോ അതങ്ങനെ സമദ് വാഫി? അത് ഇന്നല്ല, തോന്നിയോ? മുമ്പ് തുടങ്ങി. മുമ്പ് തുടങ്ങിയെങ്കിലും ഇന്ന് കുറച്ചും കൂടെ ഒരു അടുപ്പം തോന്നിയോ എന്നാ ചോദ്യം. ആ Yes. ഒന്നുകൂടി മാനസികമായി എന്തെങ്കിലും സംസാരിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോ എന്തോ ഒരു ക്യൂരിയോസിറ്റി പോലെ ഒരു പാഠഭാഗം പഠിക്കാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ട്, എന്നാൽ നിങ്ങളുടെ മൈൻഡ് കുറച്ചും കൂടി ഫ്രീ ആവുകയും ചെയ്തില്ലേ? അതെ വെരി ഗുഡ്, വെരി ഗുഡ്. അതാണ് ഇന്ന് നമ്മളെ ടോപ്പിക് തന്നെ. NLPയിലെ റാപ്പോ എന്ന പാഠഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്, പരിചയിക്കാനുള്ളത്. ഇന്ന് വന്ന പുതിയ ആരെങ്കിലും ഇനി ഉണ്ടോ? അവരോടൊന്നും സംസാരിക്കേണ്ട ആളുകൾ ഉണ്ടോ? എന്റെ കണ്ണട സാർ എടുത്തോണ്ട്. അതിന്റെ കൂട്ടത്തിൽ ചോദിക്കട്ടെ, നേരത്തെ സംസാരിച്ചപ്പോ ബ്രീത്തിങ്ങിന്റെ ഇടയിൽ ധാരാളം പറയുന്നു പറഞ്ഞു, അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടോ? ഒന്നുമില്ല. അതായത് ഞാൻ ഫോക്കസ് ചെയ്ത്, അതായത് നിങ്ങൾക്കൊരു എന്നോടൊരു അടുപ്പം തോന്നണമെങ്കിൽ നിങ്ങളുടെ വാക്കുകൾക്കനുസരിച്ച് ഞാൻ എന്തോ വർക്ക് ചെയ്യേണ്ടതുണ്ട്. അതാണ് മാനസികമായി നിങ്ങൾ വല്ലതും ചെയ്യാറുണ്ടോ എന്ന് ചോദ്യം. ആ മാനസികമായി ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ഈ പറഞ്ഞ ബ്രീത്തിങ്. നിങ്ങൾ സംസാരിക്കുമ്പോൾ ആ ബ്രീത്തിനനുസരിച്ച് ഞാൻ എന്ത് ചെയ്യണം? എന്റെ ബ്രീത്ത് വർദ്ധിപ്പിക്കണം അല്ലെ? അല്ല, നീട്ടിക്കൊണ്ടുപോകണം. അത്ര നേരം നിങ്ങൾ സംസാരിക്കുമ്പോൾ, ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ ബ്രീത്ത് പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ നിർത്തി അതേ സമയത്ത് ഞാൻ ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ വായ കൊണ്ട് ശ്വാസം എടുക്കുന്നത്, അല്ലെങ്കിൽ ശ്വാസം എടുക്കുന്നതിന്റെ ശബ്ദം ഉണ്ടാക്കാൻ ഞാൻ ശ്രദ്ധിച്ചിരുന്നത്. അപ്പൊ നിങ്ങളുടെ ബ്രീത്തിനെ ഞാൻ മാച്ച് ചെയ്യുന്നതോടുകൂടെ നിങ്ങളും ഞാനും തമ്മിൽ മാനസികമായ ഒരു അടുപ്പുണ്ടാവും. കാലങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ പരസ്പരം മറക്കാൻ കഴിയില്ല. സമാനമായി എന്തെങ്കിലും നമ്മൾ ഇതുവരെ ക്ലാസ്സിൽ പറഞ്ഞ എന്തെങ്കിലും ഒരു വാക്ക് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും നമ്മളായിട്ട് കണക്റ്റഡ് ആക്കും, നമ്മൾ പരസ്പരം കണക്റ്റഡ് ആക്കും. ഇനി ഒരു ടൗണിൽ അല്ല, ഒരു ആയിരക്കണക്കിന് ആളുകളുള്ള ഒരു ഭാഗത്തൂടെ നമ്മൾ ജസ്റ്റ് പാസ് ചെയ്യുമ്പോൾ, ഇപ്പൊ ശരിക്കും നിങ്ങൾ എന്നെ കണ്ടിട്ടുള്ളൂ, ഞാൻ പ്രിനിയാമയുടെ ഫോട്ടോ ആണ് കാണുന്നത്, സമദ് വാഫിയുടെയും ഫോട്ടോ ആണ് കാണുന്നത്. പക്ഷെ നിങ്ങളെ രണ്ടുപേരും ഞാൻ എന്തില്ല ഡയറക്റ്റ് ജീവനോടെ ഇതുപോലെ വീഡിയോയിൽ കാണുന്നില്ല. എന്നാൽ പോലും ഒരു ടൗണിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ യെസ്, എനിക്ക് ഫീൽ ചെയ്യും നിങ്ങളിവിടെ പരിസരത്ത് ഉണ്ട് എന്നുള്ളത്. അതായത് നിങ്ങളുടെ പേരല്ല, ഞാൻ എന്റെ കൂടെ വൈഫോ മക്കളോ ഒക്കെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ അവരോട് പറയാറുണ്ട്, എന്റെ മക്കൾ ആരോ ഇവിടെ ഉണ്ട് എന്ന് പറയും. ഇപ്പൊ ഒരു സ്റ്റാൻഡിന്റെ മുന്നിലൂടെ വണ്ടി പോവുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് എത്തിയിട്ട് പറയും ഇവിടെ ഒരാളുണ്ട്. അങ്ങനെ ഒക്കെ വെറുതെ പറയല്ലേ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ വണ്ടി ഞാൻ സൈഡാക്കാൻ പറ്റുന്നത് സൈഡാക്കിയിട്ട് ആ വഴി പോയി അവിടെയുള്ള ഒരാൾ നമുക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മളുമായി റാപ്പോ എന്ന് തന്നെ പറയാം, റാപ്പ് ബിൽഡ് ചെയ്ത ആളെ ഞാൻ കണ്ടുപിടിച്ച് വരെ മുന്നിലേക്ക് വരും. വർത്തമാനം പറഞ്ഞ് ഞങ്ങൾക്കും അങ്ങനെ കഴിയുമോ? ഞാൻ പഠിപ്പിക്കുന്ന പാഠഭാഗം നിങ്ങൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, ലക്ഷക്കണക്കിന് കുട്ടികളുള്ള സ്ഥലത്ത് നിന്ന് നിങ്ങളുടെ മോനെ കരയുന്നു, ചെറിയ കുഞ്ഞായിരിക്കെ കരയാണ്, ലക്ഷക്കണക്കിന് കുട്ടികൾ ഉണ്ട് എന്ന് വെക്കുക, കുട്ടികളിൽ നിന്ന് ഏതോ ഒരു കുട്ടി കരയുന്നുണ്ട്, ആ കരച്ചിൽ നിങ്ങളുടെ കുഞ്ഞാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? റിനിയാമയോടാ ചോദ്യം. അത് തിരിച്ചറിയാം. അതെങ്ങനെ? ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളും കരഞ്ഞാൽ ഒരുപോലെ അല്ലാവുക? എന്നാലും അതല്ല, ഒരു ആത്മബന്ധം ഉണ്ടല്ലോ. യെസ്, ആ ആത്മബന്ധത്തിന്റെ ഇംഗ്ലീഷ് വാക്കാണ് റാപ്പോ. അപ്പൊ അത് നിങ്ങൾ ജന്മം കൊണ്ട് നേടിയതാണെങ്കിൽ നമ്മൾ സൈക്കോളജിക്കലി ചില ട്രിക്കുകൾ ഉപയോഗപ്പെടുത്തിയിട്ട് സ്വന്തമാക്കി മാറ്റാൻ. ഇപ്പൊ നിങ്ങള് കോട്ടയം ടൗണിൽ പോയിരിക്കുന്നു, മക്കള് ചെറിയ കുഞ്ഞായിരുന്നു, മുല പിടിക്കുന്ന കുഞ്ഞ് നിങ്ങളെ 10, 20, 30 കിലോമീറ്ററുകൾക്ക് അപ്പുറത്തെ വീട്ടിലാണെന്ന് വെക്കുക. അപ്പോ അത്ര ദൂരമുള്ള കുഞ്ഞ് വീട്ടിലും നിങ്ങൾ ദൂരെയും, അങ്ങനെ ദൂരെ 30 കിലോമീറ്റർ അപ്പുറത്താണ്. പക്ഷെ കുട്ടി വീട്ടിൽ നിന്നും നിങ്ങൾ പോരുന്ന സമയത്ത് കുട്ടിയെ ഉറക്കി കിടത്തിയിട്ടാ പോകുന്നത്. കുഞ്ഞങ്ങ് കരഞ്ഞെന്ന് വെക്കുക, കുട്ടിക്ക് ദാഹിച്ചു പാലിന് വേണ്ടി കരഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പാനപാത്രം അവിടെ റെഡിയാകും എന്നുള്ളതാണ്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ ഇതിനു മുമ്പ്? അങ്ങനെ ഇനി ചാൻസ് ഒന്നും ഇല്ലല്ലോ, എന്നാലും കഥ
സാധ്യതയുണ്ടായിരുന്നോ എന്നുള്ളതാണ്. അറിഞ്ഞിട്ടുണ്ടായിരുന്നോ എന്നാ ചോദ്യം. എന്താ അവസത്ത് എന്താ പറഞ്ഞേ? കുഞ്ഞ് കഴിയുമ്പോ എത്ര ദൂരാണെങ്കിലും അറിയും. അറിയും. അതെങ്ങനെയാന്ന ചോദ്യം. അതാണ് മാതൃബന്ധം. മാതാവും കുട്ടിയും തമ്മിലുള്ള ബന്ധം. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ആ സംഭവിക്കുന്നതിന് മുമ്പേ അറിയുക ആ മാതാവിനാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളോട് പഠിപ്പിച്ചത് അങ്ങനെയാണ്. മാതാവിന്റെ കാക്കയിലാണ് സ്വർഗം. മാതാവിനെ ധിക്കരിച്ച് കുട്ടി അങ്ങ് പോയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്കുള്ള സംരക്ഷണം ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് ഒഴിവാക്കപ്പെടുന്നത്. ഞാൻ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ അവരോട് ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങളുടെ ആരുടെയെങ്കിലും കയ്യോ കാലോ മുറിയുകയോ ഒടിയുകയോ ചെയ്തിട്ടുണ്ടോ ചോദിക്കും. അപ്പൊ അവര് മറുപടി പറയും, ഇങ്ങനെ കൈ പൊക്കിയിട്ട് പറയുന്ന ആളുകളാണ്. അപ്പൊ അവരോട് ഞാൻ ചോദിക്കുന്ന അടുത്ത ചോദ്യം എങ്ങനെ വെച്ചാൽ, അന്നേ ദിവസം നിങ്ങളുടെ മാതാവിനെ വാക്ക് ധിക്കരിച്ച് നിങ്ങൾ പോയതല്ലേ എന്ന് ചോദിക്കും. അപ്പൊ അവരെല്ലാവരും പറയും, മിക്കവാറും എല്ലാവരും പറയും ശരിയാണ് ശരിയാണ്. ഒരിക്കൽ മാത്രമാണ് ഒരു അമ്മ പറഞ്ഞത്, അന്ന് ഞാൻ പറഞ്ഞിട്ടാണ് കുട്ടി പോയത് എന്ന് പറഞ്ഞു. അപ്പൊ അടുത്ത ചോദ്യം, ഞാൻ പറഞ്ഞിട്ടാണ് കുട്ടി പോയത്, അന്നാണ് അപകടം ഉണ്ടായത്. പക്ഷേ അതിന് തൊട്ട് മുമ്പ് ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം അന്നേ ദിവസം കുഞ്ഞ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ അവരൊന്ന് തല താഴ്ത്തി. അതായത് ഇന്ന് ആലോചിച്ചാൽ പോലും അന്നത്തെ ആ സങ്കടം, കുട്ടിന്റെ ആക്സിഡന്റിനേക്കാൾ വലിയ സങ്കടം ഈ കുഞ്ഞ് അമ്മക്ക് കൊടുത്തിട്ടുണ്ടെന്ന് ആ വാക്കിൽ നിന്ന്, അല്ലെങ്കിൽ ആ തല താഴ്ത്തിയിരിക്കുന്ന ദുഃഖത്തിൽ നിന്നും മനസ്സിലായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ മാതാവും കുട്ടിയും തമ്മിലുള്ള ഒരു കണക്ഷൻ, ആ കുട്ടിക്ക് അറിയില്ല മാതാവ് എത്രത്തോളം ഞാനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഓരോ പൊക്കിൾ കൊടിയും നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്, ഒരു അമ്മ നിനക്കുണ്ടായിരുന്നെന്നും അമ്മയുടെ സങ്കടങ്ങൾ നിന്നെ അറിയിക്കാതെ അമ്മ വളർത്തിയെന്നും, അല്ലെങ്കിൽ നീ കാരണത്താൽ അമ്മയ്ക്ക് ഒരുപാട് കാലം ഒരുപാട് പ്രയാസങ്ങൾ, എന്തിനധികം ഒന്ന് തിരിഞ്ഞു കിടക്കാനോ മറിഞ്ഞു കിടക്കാനോ കഴിയാതെ, ടോയ്ലറ്റിലൊന്ന് സ്വസ്ഥമായി ഇരിക്കാൻ പോലും കഴിയാതെ പ്രയാസപ്പെട്ട ഒരു അമ്മ നിനക്കുണ്ടായിരുന്നു. നിന്റെ മുഖം പോലും കാണാതെ നിനക്ക് വേണ്ടിയിട്ട് അത്രയും ത്യാഗം സഹിച്ച ഒരു അമ്മയുണ്ടെന്നും ബോധ്യപ്പെടുത്താനാണ് നമ്മുടെ ശരീരത്തിലൊക്കെ ഓരോ പൊക്കിൾ കൊടികൾ. പക്ഷെ അത് തിരിച്ചറിയുമ്പോഴേക്കും നമ്മുടെ അമ്മമാരുടെയൊക്കെ എക്സ്പയറി ഡേറ്റ് കഴിയുക എന്നുള്ളതാണ് അതിന്റെ ബുദ്ധിമുട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ഇത് ജന്മന നമുക്ക് കിട്ടിയതാണെങ്കിൽ ഇതിൽ കുറച്ചും കൂടെ നമ്മളൊരു ചെറിയ 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 ഒരു കറക്ഷൻ വരുത്തിക്കൊണ്ട് നമുക്കും ഇതുപോലെ അല്ലെങ്കിൽ സമാനമായ രീതിയിൽ, പ്രത്യേകിച്ച് കൗൺസിലിങ്ങിന് ഇരിക്കുമ്പോൾ നമുക്ക് ആ മനുഷ്യന്റെ അല്ലെങ്കിൽ ആ വന്ന ക്ലയന്റിന്റെ അബോധ മനസ്സുമായി നമുക്ക് നമ്മുടെ അബോധ മനസ്സിനൊരു കണക്ഷൻ ഉണ്ടാക്കണം. ബോധ മനസ്സിന്റെ കണക്ഷൻ അല്ല, അബോധ മനസ്സിന്റെ കണക്ഷൻ ഉണ്ടാക്കണം. അപ്പോ അബോധ മനസ്സിന്റെ കണക്ഷൻ ഞാൻ ബോധപൂർവം ഉണ്ടാക്കുക എന്നത് എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ പഠിപ്പിക്കാം. പറയുന്നത് പോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. പക്ഷെ ഇന്നലെ ഞാൻ നിങ്ങൾക്കൊരു ട്രെയിനിങ്, ഇന്നലെ ക്ലാസ് എന്നല്ല, തലേ ദിവസം നിങ്ങൾക്ക് ലാസ്റ്റ് സമയത്ത് ഞാനൊരു ഒരു ഹോംവർക്ക് പോലെ തന്നിരുന്നു, കണ്ണിൽ നോക്കി സംസാരിക്കാൻ. നിങ്ങൾ എത്ര പേരത് ശ്രദ്ധിച്ചു? അതിനുശേഷം നിങ്ങൾക്ക് എന്തെല്ലാം റിസൾട്ട് കിട്ടി? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഞാനേ ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോ കുട്ടികളെങ്ങനെ ചില കുട്ടികളെ നോക്കി ഇങ്ങനെ സംസാരിക്കുമ്പോഴേ ഒന്നുകൂടി നമുക്ക് അവരെ കണ്ണിൽ നോക്കി സംസാരിക്കുമ്പോ ഒന്നുകൂടി ഒരു ഹൃദയം കൊണ്ട് ഒരു അറ്റാച്ച്മെന്റ് തോന്നുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു. കൺഗ്രാറ്റുലേഷൻസ്, നല്ല വാക്ക്. ഇനി അടുത്ത ഒരാൾ, ഇനി നിങ്ങൾ കൂടുതൽ പറയുന്ന എഴുതിയിട്ടാണ് ഞാൻ തൽക്കാലം ബ്രേക്ക് ചെയ്തത്. അത് മതി, ഒറ്റ പോയിന്റ് കിട്ടിയാൽ മതി. അടുത്ത ഒരാൾക്ക്, അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ള അവസരം നഷ്ടപ്പെടുന്ന എഴുതിയിട്ടാണ്. അടുത്ത ഒരാൾ. സർ, ഇതിനു മുൻപ് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ കംപ്ലീറ്റ്ലി ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യല്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ കുട്ടികൾ ഒന്നുകൂടി ഓപ്പൺ അപ്പ് ആവുന്നുണ്ട്. അവരുടെ ആൻസേഴ്സ് ആണെങ്കിലും അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും പറയാനുള്ള ധൈര്യം, മറ്റത് അറിയാത്ത കാര്യങ്ങൾ മിണ്ടാതെ വെക്കുമല്ലോ, അതില്ല. നമ്മള് അവരെ കണ്ണി മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത് കണ്ടാൽ അവര് അറിയാത്തത് അറിഞ്ഞില്ല എന്നുള്ള പറയാനുള്ള ഒരു ധൈര്യം അവർക്ക് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത്. നമ്മളും അവരും തമ്മിലുള്ള കണക്ഷൻ ഡീപ്പായി. വെരി ഗുഡ്. ഇനി അടുത്ത ഒരാളും കൂടെ. ഒരറിവ് കേട്ടാൽ പോരാ, നിങ്ങളത് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടേതാക്കണം.
അപ്പൊ നിങ്ങൾ രണ്ടുപേര് ചെയ്തു നോക്കി, ബാക്കിയുള്ള ആളുകൾ വരും, കണ്ണിൽ നോക്കി സംസാരിച്ചവരുണ്ടെങ്കിൽ വരും. പുതുതായി ഞാൻ എക്സ്പീരിയൻസ് കണ്ണിൽ നോക്കി സംസാരിക്കലുണ്ട്. ആദ്യമേ മക്കളെ അടുത്തൊക്കെ ആ. കണ്ണില് നോക്കി സംസാരിക്കുമ്പോ അവര് പറയുന്നത് സത്യമാണോ കളവാണോ അറിയാം. യെസ്, അടുത്ത പോയിന്റ് കിട്ടി. വെറൈറ്റി പോയിന്റ് തന്നെ. അത് നമ്മുടെ ടോപ്പിക് തന്നെയാണ്. സത്യമാണെങ്കിൽ അവര് തിരിച്ച് കണ്ണില് നോക്കിയാണ്ട് പറയും. കളവാണെങ്കില് ആ കണ്ണിന്റെ ആ കൃഷ്ണമണിക്ക് ഒരു ചെറിയൊരു മാറ്റം ഉണ്ടാവും. നമുക്ക് കണ്ണ് തരാതെ പോകും. കണ്ണ് തരാതെ അങ്ങോട്ട് ഒരു ഒഴിഞ്ഞു മാറിയൊരു സംസാരാണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അതിൽ മുഖത്തൊരു ചെറിയൊരു പുഞ്ചിരി ഉണ്ടാവും കളവ് പറയുമ്പോ. കള പറയാൻ തുടങ്ങുമ്പോഴേ ആ അത് വേഗം കണ്ടുപിടിക്കാൻ കഴിയും നമുക്ക്, അല്ലേ? മക്കൾക്ക് അറിയോ അമ്മ അങ്ങനെ പഠിക്കുന്നുണ്ടത്? അമ്മ ഇങ്ങനെ, മാതാവ് ഇങ്ങനെ വെറൈറ്റി. അല്ലെങ്കിൽ തന്നെ ഉമ്മാന്റെ ഇടയിൽ തരികിട നടക്കൂല, ഇനിയിപ്പോ തീരെ നടക്കൂല എന്നറിയ മക്കൾ ചിരിക്കുന്നുണ്ട് അല്ലേ? അതിയായ സന്തോഷം. ഓക്കെ, അടുത്ത ഒരാളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും. കണ്ണിൽ നോക്കുക എന്നൊരു കമന്റിന് നിങ്ങൾക്ക് കിട്ടിയ എക്സ്പീരിയൻസ് അത് അതിനേക്കാൾ വലുതായിരിക്കും. ഒരു അറിവ്, ചെറിയൊരു അറിവേ ഉള്ളൂ, പക്ഷെ അത് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് പറഞ്ഞാൽ തീരാത്തതായിരിക്കണം എന്നുള്ളതാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല സംസാരിക്കുമ്പോൾ. എന്നാൽ ഇനി മുതൽ ബാക്കിയുള്ള ആളുകളോട് ഒന്നും കൂടെ പറയുന്നു, കണ്ണിൽ നോക്കിയിട്ട് വേണം സംസാരിക്കാൻ. ഒരു ക്ലയന്റ് നമ്മുടെ മുമ്പിൽ വന്നാൽ നമ്മുടെ ഫോക്കസ് അയാളെ കണ്ണിലായിരിക്കും. പക്ഷെ ആദ്യം പറയേണ്ട കാര്യം കണ്ണിൽ നോക്കാനല്ല ഞാൻ പറയേണ്ടത്. ആദ്യം പറയേണ്ടത് ഇങ്ങനെയാണ്: നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന പാഠഭാഗം ഇറ്റ് ഈസ് എ ഡേഞ്ചർ ടോപ്പിക്കാണ്, അപകടകരമായ ഒരു ടോപ്പിക്കാണ്. അത് കത്തി നമ്മുടെ വീട്ടിലുണ്ട്, ഗ്യാസ് നമ്മളെ വീട്ടിലുണ്ട്, ഇലക്ട്രിസിറ്റി നമ്മളെ വീട്ടിലുണ്ട്. ഇതൊക്കെ നമുക്ക് അറിയുന്നത് പോലെയാണ്. ഇതൊക്കെ ഒരു ഇത്തിരി പെശക് നമ്മളെ ഭാഗത്ത് പറ്റിയാൽ നമ്മൾ ജയിലിലാവാനോ അല്ലെങ്കിൽ പെട്ടിയിലാവാനോ അല്ലെങ്കിൽ എന്താ പറയാ മണ്ണിലാവാനോ തീയിലാവാനോ ഒക്കെ കാരണമാകുന്ന സാധനങ്ങൾ നമ്മളെ വീട്ടിന്റെ ഉള്ളിൽ തന്നെയാണ്. അതിന് നമ്മളെല്ലാവരെയും അതുപോലെ അങ്ങനെ കൊണ്ടുപോകുന്ന സാധനങ്ങളൊന്നുമല്ല. അതിന് കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്കോ നമ്മളെ വീട്ടിലോ അംഗങ്ങൾക്കോ ഒരു ഉപദ്രവവും വരുന്നില്ല. ഉപകാരമല്ലാതെ ഉപദ്രവം ഒന്നും ഇതുവരെ വന്നിട്ടില്ല. എന്നാൽ ഇതേ സാധനം, ഇതേ കത്തി അല്ലെങ്കിൽ ഇതേ ഗ്യാസ് ലൈറ്റ് അല്ല ഗ്യാസ്, ഇതേ ഇലക്ട്രിസിറ്റി ഉപയോഗപ്പെടുത്തിയിട്ടും ഒരുപാട് പേര് ഈ ജീവിതം അവസാനിപ്പിച്ചിട്ടുണ്ട്. ഞാൻ എന്തിനാ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഈ ഒരു സാധനത്തിന് വേണ്ട പോലെ പഠിപ്പിക്കാൻ പോകുന്ന പാഠഭാഗത്തെ വേണ്ട പോലെ ഉപയോഗിച്ചാൽ നിങ്ങൾക്കത് മെച്ചപ്പെടുത്താം. അല്ല, അത് നെഗറ്റീവിലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടു. ഇതൊരു ബൂമറാങ് പോലെ തിരിച്ചു വരുന്നൊരു സാധനമാണ്. ഇരുതല മൂർച്ചയുള്ള കത്തി, അങ്ങോട്ട് വെച്ചാലും ഇങ്ങോട്ട് വെച്ചാലും അപകടം എന്ന് പറഞ്ഞ പോലെ ഉള്ള ഒരു ഉപകരണമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യത്തിന് മറ്റൊന്ന് ഉപകാരം എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് എഫക്ട്സ് പോലും ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ടൂൾ മാത്രമാണ്. അതായത് ഒരു സെയിൽസ്മാൻ ആണ് നിങ്ങളെങ്കിൽ ആ സെയിൽസ് നടത്താൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ടൂൾ, അല്ലാതെ ആ സെയിൽസിന്റെ മേലെ ഒരു ജീവിതം കെട്ടിപ്പടുക്കാനോ ഉള്ള ജീവിതം തകിടം മറിക്കാനോ ഉള്ളതല്ല ഈ പഠിക്കുന്നത്. പറയുന്ന പറയുന്ന വാക്കുകൾ കൃത്യമായി മനസ്സിലാവുന്നുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ മൈക്ക് ഓൺ ചെയ്യാൻ ചോദിക്കുക. കാരണം ഇത് ഒരു മനുഷ്യന്റെ അബോധ മനസ്സുമായി നിങ്ങളുടെ അബോധ മനസ്സിന് കണക്ഷൻ ഉണ്ടാക്കുക. അപ്പൊ അതിൽ നിങ്ങളുടെ ഉള്ളിലൊരു കുരുട്ടു ബുദ്ധി ഉണ്ടെങ്കിൽ അതേ കുരുട്ടു ബുദ്ധിയുടെ ഇരട്ടി ഭാഗം അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. അതായത് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വശീകരിക്കാൻ ഇതേ ടോപ്പിക് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ പെണ്ണ് ഒരു പക്ഷെ ചതിയിൽപ്പെട്ട രീതിയിൽ നിങ്ങളുടെ കൂടെ വന്നേക്കാം. പക്ഷേ ആത്യന്തികമായി അവിടെ പരാജയപ്പെടുന്ന ആൾ ആ വ്യക്തിയല്ല, ആ സ്ത്രീയല്ല, നിങ്ങൾ ആ മിസ്യൂസ് ചെയ്ത നിങ്ങളായിരിക്കും എന്നാണ്. അപ്പൊ കൃത്യമായി അങ്ങനെ തന്നെ പറയുന്നത് എന്ന് വെച്ചാൽ, പഠിപ്പിക്കുന്ന പാഠഭാഗത്തെ കൃത്യമായി ഫോക്കസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ, മക്കളെ വളർത്തുന്ന കാര്യത്തിൽ, സെയിൽസിന്റെ കാര്യത്തിൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനുഷ്യരുമായുള്ള ഇടപാടിൽ ഉപകാരപ്പെടുന്ന ടോപ്പിക്കിന്റെ കുറച്ച് ഭാഗം ആമുഖം മാത്രമേ നമ്മൾ പഠിപ്പിക്കുന്നുണ്ടാവുള്ളൂ. ഇതിന്റെ ഒരു പ്രത്യേകിച്ച് NLP മാത്രമായി പഠിപ്പിക്കുന്ന സമയത്ത് 1 മണിക്കൂറിലധികം സെഷൻ തന്നെ ഇത് മാത്രം പഠിപ്പിക്കുന്ന ഇതിലെ വെറൈറ്റി സാധനങ്ങൾ, ഒരു ടൂളല്ല, ഒരുപാട് ടൂളുകൾ ഈ റാപ്പോ എന്ന ടോപ്പിക്കിൽ പഠിക്കാനുണ്ട്. അപ്പോ NLP നിങ്ങൾ ബേസിക് പഠിപ്പിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കും, അഡ്വാൻസ് പഠിപ്പിക്കുമ്പോൾ കുറച്ചും കൂടി ലെവലിൽ
നമ്മൾ പഠിപ്പിക്കും. മാസ്റ്ററിൽ മണിക്കൂർ കണക്കിന് നമ്മൾ ഇത് പഠിപ്പിക്കുന്നതും പ്രാക്ടീസ് ചെയ്യുന്നതും സാധനമാണ്. അപ്പോ പറ്റുമെങ്കിൽ ഇനി NLP ബേസിക് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ചേരുക. വൈകാതെ നമുക്ക് അത് ഓൺലൈനിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. മാസ്റ്റർ നിർബന്ധമായി നമുക്ക് ലൈവായിട്ട് ഒരുമിച്ചിരുന്ന് കുറച്ചു കാലം വല്ല റിസോർട്ടുകളിലോ അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഒരുമിച്ച് കൂടിയിട്ട് പഠിക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞു വന്നത്, അപ്പോ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങളത് ഒരു ക്ലയന്റിനെ പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അത് നല്ല നിലയിലുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന ചിന്തയിൽ മാത്രമേ ഇത് നിങ്ങൾ ഉപയോഗിക്കാവൂ. ഒരു ദുരുദ്ദേശത്തോടെ ഉപയോഗിച്ചാൽ നിങ്ങൾക്കുള്ളിൽ തന്നെ ഒരു കൺഫെഷൻ, കുറ്റബോധം നിങ്ങളുടെ ഉള്ളിൽ തന്നെ വരും. മാത്രമല്ല അത് ഏൽക്കുന്ന ആൾ നിങ്ങളെ പിറകെ കൂടുകയും ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതം തന്നെ തകിടം മറിയാൻ സാധ്യതയുണ്ട് എന്നർത്ഥം. അപ്പോൾ അത്ര പറഞ്ഞാൽ മതിയാവുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഓക്കെ, അപ്പോ നമ്മുടെ ഒന്നാമത്തെ ടോപ്പിക് ഇങ്ങനെയാണ്. ഒന്ന്, കണ്ണിൽ നോക്കി സംസാരിക്കുന്നു. രണ്ടാമത്, മറ്റൊരാളുമായി നിങ്ങൾ സംസാരിക്കുമ്പോൾ, ഇപ്പൊ ഇവിടെ 2 പേരോട് ഞാൻ സംസാരിച്ചു, അല്ല 3 പേര് 4 പേര് ഇവിടെ സംസാരിച്ചു. 4 പേര് സംസാരിക്കുമ്പോഴും എൻ്റെ ഡ്യൂട്ടി എന്തായിരുന്നു എന്ന് നിങ്ങൾക്ക് എൻ്റെ മുഖഭാഗം വെച്ചിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിയും. കയ്യോ കാലോ പോകുന്നത് നിങ്ങൾ അറിയുന്നുണ്ടാവില്ല, പക്ഷെ മുഖം വെച്ചിട്ട് നിങ്ങൾക്കത് കണ്ടെത്താനും തിരിച്ചറിയാനും കഴിഞ്ഞിട്ടുണ്ടാവുമെന്നാണ് തോന്നുന്നത്. അപ്പൊ ഒരാൾ സംസാരിക്കുമ്പോൾ നമ്മൾ സാധാരണ എന്താ ചെയ്യാലോ, ഒരാൾ സംസാരിക്കുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കും, ശ്രദ്ധിക്കും, അതീവ ശ്രദ്ധയോടെ കേൾക്കും. അത് തന്നെയാണ് ഒന്ന്. ഞാൻ നിങ്ങളുടെ കണ്ണിൽ നോക്കുന്നില്ല, പക്ഷെ നിങ്ങൾ എന്നെ നോക്കുന്നുണ്ട്. എന്നെ നോക്കുമ്പോൾ നിങ്ങൾ ഈ പറയപ്പെട്ട എല്ലാ കെട്ടുമട്ടൊന്നും നോക്കുന്നില്ല, നിങ്ങളും എന്നെ കണ്ണിൽ ശ്രദ്ധിക്കാൻ കഴിയുമോ നോക്കും. കണ്ണിൽ ശ്രദ്ധിക്കാൻ സമയമില്ലാത്ത ആളുകൾ ശബ്ദത്തിൽ ശ്രദ്ധിക്കും. അപ്പോ കണ്ണിൽ നോക്കാൻ കഴിയുമെങ്കിൽ പരമാവധി അവരുടെ കണ്ണിൽ നോക്കിയിട്ട് സംസാരിക്കുക. കണ്ണിൽ നോക്കിയിട്ട് സംസാരിക്കുമ്പോൾ നമുക്കറിയാം അവർ പറയുന്നതിന്റെ സത്യസന്ധതയും എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് കിട്ടുമെന്ന് നേരത്തെ ഹംസത്തിന്റെ വാക്കിലൂടെ നമുക്ക് മനസ്സിലായി. പ്രത്യേകിച്ച് നിങ്ങൾ ഈ പറയപ്പെട്ട ടോപ്പിക്കുകൾ നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞു മക്കളുണ്ടെങ്കിൽ അവരുമായിട്ടാണിത് പ്രാക്ടീസ് ചെയ്യേണ്ടത്. എന്നാൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഇതിൽ എന്താ പറയാ, ഇതിലെ മാസ്റ്റർമാർ നിങ്ങൾക്കാവാൻ കഴിയും എന്നുള്ളതാണ്. അപ്പൊ ഒന്നിൽ കണ്ണിൽ നോക്കി സംസാരിക്കുന്നു, 2 അവര് സംസാരിക്കുമ്പോൾ നമ്മളത് ശ്രദ്ധയോടെ കേൾക്കുക. അതിങ്ങനെ ശ്രദ്ധയോടെ കേൾക്കുമ്പോൾ എന്താ പറയാ, ഡെഡ് ബോഡി പോലെ എന്നതല്ല. അവര് പറയുന്നത് നമ്മൾ അംഗീകരിച്ചുകൊണ്ട് നമ്മൾ നമുക്ക് അതിനനുസരിച്ചുള്ള ഭാവമാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കണം. അപ്പൊ ഞാൻ മമ്മൂട്ടിയൊന്നല്ല, മോഹൻലാൽ എന്നല്ല, എനിക്ക് അഭിനയിക്കാൻ അറിയില്ല, അതൊന്നുമല്ല. ആ വ്യക്തിക്ക് ഇഷ്ടപ്പെട്ട മുഖഭാവത്തിലേക്ക് നമ്മൾ മാറുന്നു, കേൾക്കുന്നു. അദ്ദേഹത്തെ കൃത്യമായി കേൾക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയും. നല്ലൊരു ലിസണർ നിങ്ങളാണ് എന്നതിന് തെളിവാണ് ഈ പറയപ്പെട്ട 8 ദിവസം, അല്ലെ 8 ദിവസം കഴിഞ്ഞ് 9ാമത്തെ ദിവസം വരെ നിങ്ങൾ മണിക്കൂർ കണക്കിന് എന്നെ കേട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ കേൾക്കുക എന്നത്, ബി എ ലിസണർ, ഗുഡ് ലിസണർ, അത് നിങ്ങളെ കൊണ്ട് കഴിയും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പലരും അധ്യാപകരായിട്ടുള്ളത്. നിങ്ങൾ ഇങ്ങനെ പറയുന്നു, കുട്ടികൾക്കൊന്നും പറയാൻ അവസരം കൊടുക്കാതിരിക്കുകയാണെങ്കിൽ യെസ്, അത് വലിയൊരു പാതകം തന്നെയാണ്. ആ സ്ഥാനത്ത് നിങ്ങൾ കേൾക്കുന്ന ആളുകളാണ് എന്ന് തന്നെയാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ കേൾക്കുമ്പോൾ നമ്മൾ ആ ഗൗരവം വിട്ടിട്ട് യെസ്, ആ സിമ്പതിയോടുകൂടെ അയാൾ പറയുന്ന വാക്കുകൾക്ക് അംഗീകാരം കൊടുത്തുകൊണ്ട് നമ്മൾ കേൾക്കണം. അതിന് വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോ കേൾക്കുക എന്നതും മുഖഭാവം വരുത്തുക എന്നതും അതോടൊപ്പം, ഇത് സാധാരണ നമ്മൾ ചെയ്യാറുള്ളതാണ്. അയാൾ എന്താ പറയണത് നമ്മൾ കേൾക്കും. 2 ആൾക്കും സംസാരിക്കുമ്പോൾ പുതിയ ഒരാളെ പരിചയപ്പെടുമ്പോൾ അയാൾ പറയുന്നു, നമ്മൾ കേൾക്കുന്നു, അങ്ങനെ ഉണ്ടാവും. എന്നാൽ ഇനി നമ്മൾ എന്ത് ചെയ്യും, കേൾക്കുമ്പോൾ മുഖഭാവം വരുത്തുന്നു. അടുത്തത്, അയാൾ സംസാരിക്കുന്ന സമയമുണ്ട്. ആ സംസാരിക്കുന്ന നമ്മൾ വെറുതെ കേൾക്കൽ മാത്രമല്ല, ശ്വാസത്തെ മാച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ശ്വാസത്തെ എങ്ങനെ മാച്ച് ചെയ്യാന്ന് ചോദിച്ചാൽ, ഞാൻ സംസാരിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ എന്റെ ബ്രീത്തിനെ പുറത്തേക്ക് വിട്ടുകൊണ്ടേയിരിക്കുകയാണ്. ബ്രീത്ത് റിലീസ് ചെയ്യുന്ന സമയമാണ് ഞാൻ സംസാരിക്കുമ്പോൾ. സംസാരം നിർത്തിയ ശേഷമാണ് ഞാൻ ശ്വാസം എടുക്കുക. ആണല്ലോ, സംസാരിക്കുമ്പോൾ ശ്വാസത്തെ പുറത്തേക്ക് വിടുന്നു, സംസാരം നിർത്തുന്നതോടുകൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കും. അതുകൊണ്ടാണ് ഞാൻ സമദ്വാപ്പി സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ശ്വാസത്തെ പിടിക്കാൻ കഴിയുന്നില്ല. കാരണം ഞാൻ എന്ത് ചെയ്യുന്നു, സാധാരണ ഒരാൾ ശ്വാസം എടുക്കുന്നത് പോലെ ഒരു വലിക്കുന്നു, പിന്നെ നമ്മൾ അങ്ങനെ റിലീസ് ചെയ്യുന്നു. ഇപ്പൊ സംസാരിക്കുമ്പോൾ നമ്മൾ റിലീസ് ചെയ്യുന്നു. പക്ഷെ നമ്മുടെ കയ്യിലുള്ള എല്ലാ ശ്വാസവും പോയി കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ ശ്വാസം എന്തായില്ല, നിൽക്കുന്നില്ല. കാരണം വീണ്ടും അയാൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്, ശ്വാസം എടുക്കുന്ന അവസ്ഥയെ നിർത്തുന്നു.
അവരെപ്പോഴാണോ ശ്വാസം എടുക്കുന്നത് അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. വിടാതെ റിലീസ് ചെയ്യാനൊക്കെ നമ്മൾ റിലീസ് ചെയ്ത് കഴിഞ്ഞോ, എന്നാൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ശ്വാസം എടുക്കുന്നില്ല. അങ്ങനെ കുറച്ചു നേരം നിന്ന് അങ്ങനെ അവരെ കൊണ്ട് സംസാരിപ്പിക്കുന്നു. നമ്മളിങ്ങനെ ശ്വാസത്തെ മാച്ച് ചെയ്യുക എന്നതാണ് ഇന്ന് പഠിക്കുന്ന രണ്ടാമത്തെ കാര്യം. ഒന്ന് കണ്ണ് കഴിഞ്ഞ ദിവസം പഠിച്ചു. ഇന്ന് നിങ്ങൾ നല്ല ശ്രദ്ധയോടുകൂടെ അയാളുടെ വാക്കുകൾക്ക് മുഖത്ത് അംഗീകാരം വരുത്തിക്കൊണ്ട് തന്നെ ഉള്ള അസ്വസ്ഥത ഒന്നും വരുത്തുന്നില്ല. വളരെ കൂൾ ആൻഡ് കാമായി പരമാവധി ആ പറയുന്ന ആളുമായി കോഓപ്പറേറ്റ് ചെയ്തിട്ട് സഹകരിച്ചുകൊണ്ട് അവിടെ ഏത് വാക്കാണോ ആ വാക്കുകളെ അതുപോലെ എടുത്തു പറഞ്ഞുകൊണ്ട് സെയിം വാക്കുകളെ പറയുക എന്നുള്ളത് വളരെ വേറൊരു കാര്യമാണ്. അപ്പോൾ ശരിക്കും ഞാൻ ചെയ്യേണ്ടത് നിങ്ങളെ കൊണ്ട് പരസ്പരം സംസാരിപ്പിച്ച് നിങ്ങളുമായി പ്രാക്ടീസ് ചെയ്യാൻ, റാപ്പ് ബിൽഡ് ചെയ്യാനുള്ള അവസരം ഒരുക്കുകയാണ് വേണ്ടത്. അപ്പോ ഇതില് അങ്ങനെ അവസരമൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് 2-3 ഗ്രൂപ്പുകളൊക്കെ ആക്കി ഗ്രൂപ്പ് ബേസ് നിങ്ങളെ സംസാരിപ്പിക്കുക എന്നത്. പക്ഷെ ഇവിടെ റെക്കോർഡിംഗ് ആയതുകൊണ്ട് അങ്ങനെ സംസാരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും, പ്രത്യേകിച്ച് സ്വന്തം വീട്ടിലെ കാര്യങ്ങളൊക്കെ പറയേണ്ടി വരും. ഇത് നാളെ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ വീട്ടിലെ കാര്യങ്ങൾ നാട്ടുകാർ കേൾക്കണ്ടല്ലോ എന്ന് കരുതി തൽക്കാലം ഞാനത് അവസരം നിഷേധിക്കുകയാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഇവിടെ പഠിച്ച പാഠം നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യണം. അപ്പോഴേ നിങ്ങളുടെ അറിവായി മാറും. ഇപ്പൊ എന്റെ അറിവ് മാത്രമാണ്. നിങ്ങളുടെ അറിവ് ആവണമെങ്കിൽ നിങ്ങൾ ഇതിന്റെ മേലെ വർക്ക് ചെയ്യണം. അപ്പൊ എങ്ങനെയൊക്കെ വർക്ക് ചെയ്യാന്ന് വെച്ചാൽ ആളുകളുമായി ഇരുന്ന് സംസാരിക്കുക. ഡൗട്ട്, ആ നമ്മള് മറ്റേ ആള് സംസാരിക്കുമ്പോ ആളെ സംസാരം നിർത്തിയ ശേഷം അയാൾ ശ്വാസം ഉള്ളിലേക്ക് വലിക്കുമല്ലോ, ആ സമയത്ത് നമ്മൾ കൂടെ വലിക്കുക, അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? അതെ, അതാണ് ഇപ്പൊ ഞാൻ ആക്ഷൻ കൊണ്ട് തല കൊണ്ട് കാണിക്കുന്നത്. അതിനു വേണ്ടിയാണ്. നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ ശ്വാസത്തെ പുറത്തേക്ക് വിട്ടുകൊണ്ടേയിരിക്കുന്നു. ഇനി ശ്വാസം വേണം, എപ്പോഴാണ് വലിക്കുക, നിർത്തിയ ഉടനെ തന്നെ. ഓക്കെ, അപ്പൊ അതിനെ മാച്ച് ചെയ്യാന്ന് പറയാം. മാച്ച് ആക്കി. ഓക്കെ, നിങ്ങളുടെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? +1 8 കുട്ടികളാണ് ഉള്ളത്. +2 അല്ലാത്ത ക്ലാസ്സിൽ? മറ്റേ ക്ലാസ്സില് 29 കുട്ടികൾ. മതി. ഇപ്പൊ ഈ സമയത്ത് ഞാൻ ജസ്റ്റ് ഈ ഒരു ഇൻഫർമേഷന് നിങ്ങൾ പറയുന്ന സമയം ഞാൻ എന്താ ചെയ്തേ? സംസാരം നിർത്തിയോടുകൂടി നിങ്ങൾ ശ്വാസം ഉള്ളിലേക്ക് വലിച്ചു. അതന്നെ. അപ്പൊ ക്ലിയർ ആയോ? ഞാൻ ഇപ്പോ ഓൺലൈൻ ക്ലാസ് ആണ്, മനസ്സിലാക്കുന്നുണ്ടോ എന്ന സംശയത്തിനും ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് അത്ര വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളും ആയിരുന്നു നിങ്ങൾ. ഇപ്പൊ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യണത്? കൃത്യമായി മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, താങ്ക് യു. ഇത് തന്നെയാണ് എനിക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റ്. സാധാരണ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത ആൾക്കുള്ള പാർട്ടിസിപ്പൻസ് സർട്ടിഫിക്കറ്റ് എങ്കിലും ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത ചെയ്യുന്ന ആളുകൾക്ക്, ക്ലാസ് നടത്തുന്ന ആളുകൾ കൊടുക്കാറാണ്. ഇവിടെ തിരിച്ച് ക്ലാസ് നടത്തുന്ന ആൾ നിങ്ങളിൽ നിന്ന് സർട്ടിഫിക്കറ്റ് തിരിച്ചു വാങ്ങാണ്. ഓക്കെ, അപ്പോ ഇത് ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇതുപോലെ ചോദിച്ചെങ്കിൽ ഈ അറിവ് നിങ്ങളുടേതാവുള്ളൂ. ചോദിച്ചു എന്നതിൽ ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. ഓക്കെ, രാജു സാറേ, നിങ്ങൾ എന്താ പറയല്ലേ? അത് പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കുക. മാഷ എന്നും മാഷ് തരുന്നത് പുതിയ അറിവുകളാണ്. തീർച്ചയായിട്ടും മാഷ് ഒരുപക്ഷെ പഴയ ഏതെങ്കിലും ക്ലാസ്സിൽ മുമ്പ് തന്ന ക്ലാസ്സിൽ പറഞ്ഞ ഒരു ഐഡിയയുടെ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ പോലും അത് ഒരുപാട് പുതുമയുണ്ട്. 90% പുതുമയാണ്. ഞാൻ താങ്ക് യു. അടുത്ത സർട്ടിഫിക്കറ്റ് ആയിട്ട് ഞാൻ സ്വീകരിച്ച് ഞാൻ ആങ്കറിങ് നടത്താണ് കേട്ടോ. ആങ്കറിംഗ് ഉള്ള വാക്കുകൾ ഇവർക്ക് കൊടുക്കുകയാണ് നമ്മൾ ആദ്യമേ പാഠഭാഗം അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ. അപ്പൊ നിങ്ങളുടെ വാക്കിനനുസരിച്ച് ഞാൻ എന്റെ മുഖത്ത് വന്ന ഭാവമാറ്റം കണ്ടോ? ഒരു വാക്ക് ഒരാൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റുകളാണ്, തെളിവുകളാണ്. എന്നിട്ട് നമ്മൾ നമ്മളെ മക്കൾക്ക് കൊടുക്കൂല, നമ്മളെ വീട്ടിൽ കൊടുക്കൂല, നാട്ടുകാർക്ക് മുഴുവൻ കൊടുക്കും. സത്യമാണ് 100%. ഭയങ്കര സ്നേഹം പ്രകടിപ്പിക്കാത്ത സ്നേഹം കൊണ്ട് അർത്ഥമില്ലെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. വായിച്ചാ പോരാ സാറേ, നമ്മളെ മക്കളെ ഒന്ന് ഹഗ് ചെയ്തിട്ട് ഒന്ന് ഷെയ്ക്കൻഡ് കൊടുത്തിട്ട് എത്ര ദിവസമായിരുന്നു അവരെ കാണുമ്പോഴേക്ക് നമ്മളെ കയ്യിലൊക്കെ എന്തൊരു സാധനം കയറി വരുള്ളൂ അല്ലേ? ഫീൽ ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്നു, പക്ഷേ എപ്പോഴും പക്ഷെ ക്ലാസ്സിലെ കാര്യങ്ങൾ
മക്കളോട് പെരുമാറുമ്പോൾ അമ്മയോട് ഭാര്യയോടൊക്കെ പെരുമാറുമ്പോൾ മാഷിന്റെ കാര്യങ്ങൾ ഓർമ്മ വരുമെങ്കിലും 100% സാറ്റിസ്ഫാക്ടറി ആയിട്ടത് ഫോളോ ചെയ്യാൻ കഴിയുന്നില്ല പലപ്പോഴും. നോ പ്രോബ്ലം. എന്നാലും വരും. ഒരുപാട് ശ്രദ്ധിക്കുന്നു. എന്നാലും ഒരുപാട് രാജമാഷ് മാറിയെന്ന് മക്കള് പറയും, ഭാര്യ പറയും. തീർച്ചയായിട്ടും. ഇത് മതി. കാരണം നമ്മുടെ ഉള്ളിലൊക്കെ ഉള്ള ഈ പാഠഭാഗത്തിന് അപ്ലൈ ചെയ്യുന്നത് ഇന്ന് പഠിച്ചത് ഇന്നലെ അപ്ലൈ ചെയ്ത് തുടങ്ങിയാൽ മതി. അത് പിന്നെ ആവട്ടെ എഴുതുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അടാ മോനെ ഒന്നൊന്ന് വന്നേ, ഞാൻ ഇന്നലെ പഠിച്ച പാടുണ്ട്, എനിക്ക് അതൊന്ന് പ്രാക്ടീസ് ചെയ്യാനാ, ഒന്ന് ഇത്തിരി നേരം എന്റെ കോണ്ടയിൽ നോക്കുന്ന ഇരിക്കോ എന്ന് ചോദിച്ചാൽ മതി. അപ്പൊ എന്ത് ചെയ്യും, ഇന്നലെ വരെ സംസാരിച്ച അപ്പനല്ല ഇന്ന് എന്നോട് സംസാരിക്കുന്ന ഫീലിംഗ് അയാൾ കിട്ടും. നമ്മൾ അയാളുമായാണ് റാപ്പ് ബിൽഡ് ചെയ്യണത്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത പരിപാടി കണ്ണിൽ നോക്കി സംസാരിക്കുന്നു. അടുത്തത് നമ്മൾ കൈ കൊടുക്കുന്നു. കണ്ണിൽ നോക്കി സംസാരിക്കുമ്പോ തന്നെ കൂടെ ഇന്ന് ട്രൈ ചെയ്തപ്പോ കണ്ട ഒന്ന് രണ്ട് കുട്ടികൾ മുഖം തരുന്നില്ല. നമ്മൾ കണ്ണിലേക്ക്, ഞാൻ വേറെ ഇഷ്യൂ അവരോട് ചോദിച്ചപ്പോഴാണ് ട്രൈ ചെയ്തത്. അപ്പൊ അത് 2 കുട്ടികള് അവര് തല താഴ്ത്തുക ചെയ്യുന്നത്. അപ്പൊ അത് എന്തൊരു സുഖമില്ലായ്മ എനിക്ക് അനുഭവപ്പെട്ടു. അവരുടെ കള്ളത്തരം കണ്ടുപിടിച്ചു എന്നർത്ഥം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മുഖം തരാതിരിക്കാൻ അവർ പരമാവധി ശ്രദ്ധിച്ചു എന്നർത്ഥം. അത് ആൺകുട്ടികളാണോ പെൺകുട്ടികളാണോ? പെൺകുട്ടികളാണ്, രണ്ടാളും പെൺകുട്ടികളാണ്. സാറ് നമ്മൾ കണ്ണിൽ നോക്കി സംസാരിക്കുന്ന സമയത്തെ നമ്മുടെ ഇമോഷനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നത്. ഞാൻ കുറച്ച് മുൻപ് സാറോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് എൻ്റെ ദേഷ്യം. ഞാൻ വളരെ ഒരു ഷോർട്ട് ടെമ്പേർഡ് ആള്. അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പം മക്കളുടെ ഇഷ്യൂസ് കാണുമ്പം നമ്മൾ മക്കളോടാണല്ലോ വളരെ ഫ്രീ ആയിട്ട് ദേഷ്യപ്പെടുക. നമ്മൾ ദേഷ്യപ്പെടുന്ന സമയത്ത് നമ്മൾ അവരെ മുഖത്ത് നോക്കുന്നുണ്ടെങ്കിൽ കൂടി കണ്ണിൽ നോക്കുന്നില്ല എന്നുള്ളത് ഞാൻ പിന്നീട് മനസ്സിലാക്കിയത്. ഇപ്പൊ കണ്ണിൽ നോക്കി സംസാരിക്കുമ്പോ എനിക്ക് ആ ദേഷ്യം എന്നൊരു വികാരം വരുന്നില്ല. അത് എത്ര ടോപ്പായിട്ടുള്ള കാര്യമാണെങ്കിലും കൂടിയിട്ട് എനിക്കത് സാധിക്കണില്ല. അത് ആ രീതി തന്നെ എത്രത്തോളം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം കൺട്രോൾ ചെയ്തിട്ട് ഞാൻ സംസാരിക്കണുള്ളൂ. ഐ ആം സോ മച്ച് താങ്ക്ഫുൾ ടു യു. താങ്ക് യു. ഇനി എല്ലാവരോടും ഉള്ളത് വാക്ക് തന്നെയാണ്. ഒന്ന്, ഈ പാഠഭാഗം പഠിക്കുമ്പോൾ എന്ന് പറയാനുള്ള കാരണം നമ്മുടെ ഉള്ളിലൊക്കെ ഈ എന്റേതെന്ന് തോന്നുന്ന സാധനങ്ങളോട് കുറച്ചും കൂടി അഹങ്കാരത്തോടുള്ള ആധിപത്യം നമ്മുടെ ഉള്ളിലുണ്ടാവും. വാക്കൊന്നും കൂടെ, എന്റേതെന്ന് തോന്നുന്ന, സ്വന്തമെന്ന് തോന്നുന്ന പ്രത്യേകിച്ച് വ്യക്തികളോട്, മക്കളാവട്ടെ അല്ലെങ്കിൽ നമ്മുടെ താഴെയുള്ള ആളുകളാവട്ടെ, സബോർഡിനേറ്റ്സ് ആവട്ടെ, നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളായിരിക്കും അവര്. അവരോട് നമ്മുടെ പെരുമാറ്റത്തിൽ ഒരു ആധിപത്യം, അഹങ്കാരം, അഹം തുടങ്ങിയ സാധനങ്ങളൊക്കെ കൂടിക്കലരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്ത് നിന്ന് വരുന്ന ചെറിയ തെറ്റ് പോലും നമുക്ക് നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ ഫീലിംഗ് വരും. അതുകൊണ്ട് നമ്മൾ ഇടപെടുക മിക്കവാറും അവരോട് ദേഷ്യത്തോടെ എന്ന് വെച്ചാൽ അവരും നമ്മളും തമ്മിൽ ഒരുപാട് അകലം കൂടിക്കൊണ്ടിരിക്കും. കുട്ടിയാവുമ്പോ ഈ പറയപ്പെട്ട സ്നേഹം അവരുടെ ഭാഗത്ത് എന്തുണ്ടെങ്കിൽ നമ്മളെ ചിരിച്ചു തള്ളും. കുറച്ച് കഴിയുമ്പോൾ അവരുടെ പ്രായം കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മൾ അവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഇതല്ലെന്ന ഭാവം വന്ന് നമ്മുടെ ഉള്ളിലെ അഹം വന്ന് നമ്മളും അയാളും തമ്മിൽ അകൽച്ച കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ നമ്മളിപ്പോ പഠിക്കുന്ന പാഠഭാഗം റാപ്പ് ബിൽഡ് ചെയ്യാൻ, മറ്റൊരാളുടെ ബോധ മനസ്സുമായി നമ്മുടെ ബോധ മനസ്സിന് കണക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി പഠിക്കുകയാണ്. അപ്പൊ ശരിക്കും നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടത് ക്ലയന്റ് വന്ന് ക്ലയന്റിന് മുന്നിലല്ല, സ്വന്തം കുടുംബത്തിലാണ്. മക്കളോട്, ജ്യേഷ്ഠന്മാരോട്, അനുജന്മാരോട്, കുടുംബത്തിലെ അംഗങ്ങളോട്, ഭാര്യയോട്, അമ്മയോട്, അച്ഛനോട്, ആരൊക്കെയാണ് കൂടെ ജീവനോടെയുള്ളത് അവരോടെല്ലാം ഈ പാഠഭാഗത്തെ അങ്ങനെ അപ്ലൈ ചെയ്യാം. നമ്മൾ സിമ്പിൾ ആയിട്ട് പറയാം, ഇന്ന് ഞാൻ ഒരു പാഠം പഠിച്ചിട്ടുണ്ട്, എനിക്ക് അതൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ ഇനി പുറത്തുനിന്ന് ആരെങ്കിലും കിട്ടില്ല, ഒരു 5 മിനിറ്റ് എന്റെ കൂടെ ഒന്ന് ഇരിക്കുമോ എന്ന ചോദ്യം ചോദിച്ചിട്ട് തുടങ്ങുക. ആ തുടക്കം എങ്ങനെയാന്ന് ചോദിച്ചാൽ ഞാനും അയാളും തമ്മിലുള്ള ബന്ധം ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. ശരിക്കും നാട്ടുകാരുള്ള ബന്ധമല്ലേ എനിക്ക് ആദ്യമേ അല്ലെങ്കിൽ ആത്യന്തികമായി എനിക്ക് സ്ട്രോങ് ആവേണ്ടത്. എനിക്ക് റിലേഷൻഷിപ്പ് ഏറ്റവും സ്ട്രോങ് ആവേണ്ടത് എന്റെ റേഷൻ കാർഡിന്റെ ആൾക്കാരുമായാണ്. അവര് റെഡിയായ ശേഷം വേണം അടുത്ത ആളുകളുമായിട്ട് പോവാൻ. അപ്പൊ കുടുംബവുമായിട്ടുള്ള ബന്ധമാണ് സ്ട്രോങ് ആക്കേണ്ടത്. അപ്പൊ റാപ്പ് ബിൽഡ് ചെയ്യേണ്ടത് അവിടെയാണ്. എന്നാ നമുക്ക് കുടുംബത്തിൽ നിന്ന് അകന്ന് നിൽക്കുന്ന കുറെ ആളുകൾ നമ്മൾ കൂടെ ഉണ്ട്, അവരോടല്ല പറയണത്.
അപ്പൊ ഈ പാഠഭാഗം ഇന്ന് കിട്ടി, നാളെ ആവട്ടെ മറ്റന്നാളാവട്ടെ എന്ന് കരുതിയാൽ നടക്കില്ല. അപ്പോൾ ഒന്ന് കണ്ണിൽ നോക്കി സംസാരിക്കുക എന്ന സംസാരത്തിന് വളരെ വാല്യൂ ഉണ്ട്. ഞാൻ ഇപ്പൊ ഈ നിങ്ങളുടെ കണ്ണിൽ നോക്കുന്നില്ലെങ്കിലും ഞാൻ ഈ ക്യാമറയിലേക്ക് നോക്കിയിട്ട് സംസാരിക്കുന്നതും താഴെ നോക്കി സംസാരിക്കുന്നതും വ്യത്യാസം എത്രത്തോളം ഉണ്ടെന്ന് ഫീൽ ചെയ്യുന്നു. നിങ്ങൾ കണ്ണ് തരാതെ ഞാൻ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസം വരില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ തമ്മിൽ അകൽച്ച കൂടുന്നർത്ഥം. അതുകൊണ്ട് തന്നെയാണ് കൗമാരക്കാരായ മക്കളൊക്കെ നമുക്ക് അല്ലെങ്കിൽ മാതാവിനും പിതാവിനും കണ്ണ് തരാതെ ഒഴിഞ്ഞു പോകുന്നത്. അവർ ഒരുപാട് അകന്നു എന്നുള്ളതാണ്. അപ്പൊ ഹൃദയത്തെ പരസ്പരം അല്ലെങ്കിൽ അബോധ മനസ്സിനെ പരസ്പരം കണക്ട് ചെയ്യിക്കുന്ന ഏറ്റവും പവർഫുൾ ടൂളാണ് കണ്ണ്. ആ കണ്ണിൽ തന്നെ ഇടതു കണ്ണിന് കുറച്ചും കൂടി സ്ട്രോങ് കൂടും. മറ്റൊരാളെ സബ്മിസീവ് ആക്കാൻ ഉപയോഗിക്കുന്ന ടൂളാണ് ഇടതു കണ്ണിലേക്ക് മാത്രമുള്ള ഫോക്കസ്ഡ് നോക്കണം. അപ്പോ അത് നിങ്ങൾ ഇപ്പം പ്രാക്ടീസ് ചെയ്യേണ്ടതില്ല. പ്രത്യേകിച്ച് കുഞ്ഞു മക്കളോടത് പ്രാക്ടീസ് ചെയ്യരുത്. കാരണം അവർക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങളെ കാത്തു നിൽക്കുമായിരിക്കും. അതുകൊണ്ട് അവരങ്ങനെ നമ്മുടെ സബ്മിസീവ് ആക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിധേയത്വം പാലിക്കുന്ന ഒരു ഡോഗിനെ നമ്മുടെ വീട്ടിൽ വളർത്തുന്നത് പോലെ ആയി മാറും. അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് സങ്കടം ഉണ്ടെങ്കിൽ വരാനുള്ള സാധ്യതയൊക്കെ ഉള്ളതുകൊണ്ടാണ് കുഞ്ഞു മക്കളുടെ രണ്ട് കണ്ണും ഒരുപോലെ നോക്കുക. അല്ല ജീവികളൊക്കെയാണ് നിങ്ങൾക്ക് കൂടെ നിർത്തേണ്ടതെങ്കിൽ, പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ പോലെ ഡോഗ്, ക്യാറ്റ് ഇതൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ ഇടത് കണ്ണിലേക്ക് നോക്കൂ. അത് എന്താ പറയാ, ഏത് ജീവിയാണെങ്കിലും ആ ജീവികൾ നമ്മളുമായിട്ട് പരമാവധി സഹകരിക്കുന്നതാണ്. ഏറ്റവും രസമുള്ള സംഭവം പറയാനുള്ളത്, ഞാനിവിടെ ആദിവാസി ഊരുകൾക്ക് സമീപമുള്ള സ്കൂളിലാണ്. നമ്മൾ ട്രൈബൽ കുട്ടികളാണ് അവിടെ പഠിക്കുന്നത്. അപ്പോ അവർക്കുള്ള പ്രഭാത ഭക്ഷണം, ഉച്ചഭക്ഷണം, വൈകുന്നേര ഭക്ഷണം ഇതൊക്കെ പരമാവധി ആളുകളിൽ നിന്ന് സംഘടിപ്പിച്ച് ഞങ്ങൾ കൊടുക്കാറുണ്ട്, ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്നതിന് പുറമെ. അങ്ങനെയുള്ള സമയത്ത് ഭക്ഷണം ഉള്ളത് കൊണ്ട് തന്നെ വീടുകളിലൊക്കെ എല്ലാവരും നായകളെ വളർത്തും. ഈ നായകൾ കൂട്ടമായി സ്കൂളിലുണ്ടാവും. അപ്പോ ആദ്യകാലത്ത് ഞാൻ വന്ന സമയത്ത് ഇങ്ങനെ ഒരുപാട് തെരുവ് നായകളെ കുറിച്ചൊക്കെ ഭയപ്പെട്ട അങ്ങനെയുള്ള നമ്മളെ ഇവിടെ സ്കൂളിൽ വരുന്നത്. അപ്പോൾ വടിയെടുത്ത് ഇവരെ ഓടിക്കുകയാണ് ചെയ്തിരുന്നത് ആദ്യകാലത്തൊക്കെ. ഇപ്പോ അവർക്ക് സ്കൂളിന് ഭക്ഷണത്തിന് സമയത്ത് മാത്രം അവിടെ വരും, അവിടെ കിടക്കും, അങ്ങനെയൊക്കെയാണ്. ഇങ്ങനെ കുറച്ച് ഇപ്പോ നമ്മൾ ഈ August 15th പ്രോഗ്രാമായി ബേസ് ചെയ്തിട്ട് കുറച്ച് ആളുകളെ ക്ഷണിക്കാൻ വേണ്ടി പോയി. അപ്പൊ സ്കൂളിൽ എത്തുന്ന നായകളോ എത്താത്ത നായകളോ, പ്രത്യേകിച്ച് ചെങ്ങലൊക്കെ കെട്ടിവെച്ച നായകളുണ്ട്. അങ്ങനത്തെ നായകൾ എന്ത് ചെയ്യുന്നു, ആളുകളുമായിട്ട് അല്ലെങ്കിൽ ആരെ വരികയാണെങ്കിലും കുറച്ച് ചാടുന്നു. ചില നായകളെ കെട്ടിയിടുന്നൊന്നുമില്ല, അവര് വരുന്ന ആളുകളെ ഫോക്കസ് ചെയ്തിട്ട് കുറച്ച് ചാടാറുണ്ട്. അപ്പോ ഞങ്ങളുടെ സ്കൂളില് എൻ്റെ SMC ചെയർമാനും PTA പ്രസിഡന്റ് ഇവരെല്ലാരും കൂടിയാണ് ചില വീടുകളിലേക്ക് മുന്നിൽ നടന്നത്. അപ്പോ അവര് ചോദിക്കുന്ന ആദ്യം വീട്ടുകാരെ വിളിച്ച് ചോദിക്കുകയാണ്, ഇവിടെ നായ ഉണ്ടോ എന്ന് വിളിച്ച് ചോദിക്കുകയാണ്. അപ്പോ ആ ചോദ്യം കേട്ടപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ മുന്നിൽ നടന്നോളാന്ന് പറഞ്ഞു, ഇനി ആരോടും ചോദിക്കണ്ടെന്ന്. അപ്പൊ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് വീട്ടുകാരുടെ നായ വീട്ടുകാരെ കണ്ടാൽ വാലാട്ടുന്നത് പോലെ ഞങ്ങളെ കണ്ടിട്ട് വാലാട്ടിട്ട് മാറി നിൽക്കുക. അപ്പോ PTA പ്രസിഡന്റ് ചോദിക്കുന്ന ചോദ്യമുണ്ട്, എങ്ങനെയാ ഈ കണ്ട നായകളൊക്കെ നിങ്ങളുടെ വലയിലാക്കി എന്ന് ചോദിച്ചു. പിന്നെ വീട്ടുകാരികൾ പറഞ്ഞ്, ആ വീട്ടിൽ നിന്ന ആളുകൾ പറഞ്ഞു, ഇവരൊക്കെ സ്കൂളിൽ വരുന്ന നായകളാണ്, ആരാണ് ഇവര് എന്നുള്ളത് നമ്മളെക്കാൾ കൂടുതൽ ഇവർക്കറിയാം, ഈ ജീവികൾക്ക് അറിയാമെന്നാണ്. അപ്പൊ ഈ പാഠഭാഗത്തെ ഞാൻ ഈ തരുന്ന ടോപ്പിക്കിന് നിങ്ങൾ അങ്ങനെ നോക്കിയാൽ മതി. തെരുവ് നായ ആണെങ്കിൽ പോലും അതിനൊന്ന് ഇടത് കണ്ണിൽ നോക്കിയിട്ട് ഒരു ബിസ്ക്കറ്റോ സാധനങ്ങളോ കൊടുത്താൽ മതി, വളരെ വലിയ മാറ്റം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും. ഇനി മറ്റൊരു എക്സ്പീരിയൻസും കൂടെ പറയാം. അതിപ്പോ ഇന്നത്തെ എക്സ്പീരിയൻസ് ആണ്. ഞാൻ കാസർഗോഡ് സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് ആ കോവിഡ് കാലത്ത്, എൻ്റെ കാറ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇട്ടിട്ടാണ് പോവുക. റെയിൽവേ സ്റ്റേഷനിലല്ല പുറത്ത് ഓവർ ബ്രിഡ്ജിന് താഴെയാണ് ഉണ്ട്. അപ്പോ സാധാരണ എൻ്റെ വണ്ടിയിൽ കുറച്ച് ടൈഗർ ബിസ്ക്കറ്റുകൾ വെക്കാറുണ്ട്, കുറഞ്ഞ പൈസയല്ലേ ഉള്ളൂ. അത് അവിടെ ആരാണ് നായകളുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ സ്ഥിരമായി വരിക പോകുക അങ്ങനെ രീതിയിലായപ്പോൾ വണ്ടിയിൽ നിർത്തിയിട്ട് ഈ പറയപ്പെട്ട പരിസരത്ത് ആരെയുള്ള നായകൾ അത് കൊടുത്തിട്ട് വണ്ടി ലോക്ക് ചെയ്ത് ഞാൻ അങ്ങനെ പോകും. തിരിച്ചു വരുമ്പോഴും അവിടെ പരിസരത്തുള്ള നായകൾക്ക് കൊടുക്കും. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം ഞാൻ കുറച്ച് നേരത്തെ എത്തിയപ്പോൾ കടക്കാരൻ ചോദിച്ചു, തൊട്ടടുത്തുള്ള ഒരു പെട്ടിക്കടയിലെ ആൾ എന്നോട് ചോദിച്ചു, അല്ല നിങ്ങൾ എന്ത് ജോലിയാ ചെയ്യുന്നത്,
എന്താ നിങ്ങൾ ഈ നായകൾക്ക് എന്താ പ്രത്യേകമായിട്ട് എന്താ കൊടുക്കാറുള്ളത്? ഇവിടെ ഒരുപാട് വണ്ടികൾ നിർത്തി പോവാറുണ്ട്. പക്ഷെ നിങ്ങളുടെ വാഹനത്തിന്റെ അടുത്തേക്ക് ഒരാൾ വന്നാൽ രാവും പകലും ഈ പറയപ്പെട്ട നായക്കൂട്ടങ്ങൾ ഇവിടെ പരിസരത്തുണ്ട്. ഒരാളെയും അടുത്തേക്ക് ജസ്റ്റ് ഒരു കടയിൽ നിന്ന് ഒരു സാധനം വാങ്ങിയിട്ട് സിഗരറ്റ് വാങ്ങിയിട്ടൊക്കെ വലിക്കാൻ വേണ്ടിയിട്ടൊന്ന് ഒഴിഞ്ഞു പോയി നിന്ന് ചാരി ഇരിക്കാൻ അതൊന്നും ഇവർ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ഒരു നിസ്സാരമായി നമുക്ക് തോന്നുന്ന ഒരു ബിസ്ക്കറ്റ് ഒരു നേരത്തെ ഭക്ഷണം പോലും നമുക്ക് കൊടുക്കുന്നില്ല, ഞാൻ കൊടുത്തിട്ടില്ല. എന്നിട്ട് പോലും ഇവ വിധേയത്വം കാണിച്ച് അവിടെ കൂടെ നിൽക്കാനുണ്ടാകുന്ന ഒരു കാരണം എന്ന് പറയുന്നത് ഒന്ന് ഇതാണ്. കൊടുക്കുന്ന ബിസ്ക്കറ്റിനേക്കാൾ പ്രധാനം നമ്മൾ അവയുടെ ഇടത് കണ്ണിലേക്ക് നോക്കുക എന്നതാണ്. അപ്പൊ നമുക്ക് സംശയം വരും, ഏതാ വലത് കണ്ണ്, ഏതാ ഇടത് കണ്ണ്? ആ സംശയം ഉണ്ടോ? അതെങ്ങനെ കണ്ടെത്തുക? നമ്മുടെ വലതു ഭാഗത്ത് കാണുന്നതായിരിക്കും അയാളുടെ ഇടത് കണ്ണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പൊ നായയൊക്കെ ആണെങ്കിലോ നമ്മുടെ വലതു ഭാഗത്ത് കാണുന്നതാവും. കാണുന്ന അവയുടെ ജീവിയുടെ ഇടത് കണ്ണ് തന്നെ, അത്രയേ ഉള്ളൂ. നമ്മളെ വലത് ഭാഗം അത് ഏതാ നമുക്കറിയണം. എന്നാൽ നമുക്ക് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ വലതും ഇടതും കൃത്യമായി കാണും. നമ്മുടെ വലത് ഭാഗത്ത് നേരെ കാണുന്ന കണ്ണ് അദ്ദേഹത്തിന്റെ ഇടത് കണ്ണാണെന്നുള്ള ഫീലിംഗ് കിട്ടിയാൽ മതി. എനി ഡൗട്ട്സ്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഡോക്ടർ കണ്ണുമാറി ഓപ്പറേഷൻ ചെയ്ത അതുകൊണ്ടാണ്. അത് വേറെ, കൈ മാറുന്നു, കാല് മാറുന്നു, അതൊക്കെ ഉണ്ടാവും. അനസ്തേഷ്യ കൊടുക്കണ വരെ കൈയൊക്കെ മാർക്ക് ചെയ്യും. അത് ചെറുതായിട്ടൊക്കെ വരും. അതൊക്കെ യാദർശികമെന്നല്ല, അത് പ്രത്യേകത ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിയാൽ അറിയാം. അവരിപ്പോ പരമാവധി നമ്മളെ മൂടുകയാണ്. ആ പറയപ്പെട്ട ഭാഗം മാത്രമോ. പക്ഷെ ഈ കൈ ഏത് കൈ വലതാ കൈ ഇടതാ എന്നുള്ളതൊന്നും അതൊക്കെ മാർക്ക് ചെയ്യേണ്ടത് അസിസ്റ്റന്റുമാരാണ്, ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ അവരെന്ത് ചെയ്യും? അവരൊക്കെ തെറ്റ് ലാസ്റ്റ് പറയാ ഡോക്ടറെ പേരിലായിരിക്കും. ഓക്കെ, അപ്പൊ ഈ പാഠം ക്ലിയർ ആയി. ചെറിയ കുട്ടികളോട് ഇത് ട്രൈ ചെയ്യേണ്ട, ഇടത് കണ്ണിൽ മാത്രം നോക്കുന്നത് എന്ന് പറയാനുള്ള കാരണം ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്യാം. അത്ര മതി. ക്ലാരിഫൈ ചെയ്യുമ്പോൾ അത് കുറച്ച് ഡേഞ്ചർ ആണ്. ഒന്നിത്രയേ ഉള്ളൂ, ആ കുട്ടികൾക്ക് നിങ്ങളെ മിസ്സിങ് ആവും. നമ്മൾ എപ്പോഴും ആ കുട്ടിയോട് കൂടെ നിൽക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. ഓക്കെ. അപ്പൊ പിന്നെ മാത്രമല്ല, ആ കുട്ടികൾക്ക് അങ്ങനെ കിട്ടിയ ദിവസങ്ങളിൽ ഉറങ്ങാനും പ്രയാസമായിരിക്കും. ആ ദിവസം തന്നെ ഉറങ്ങാൻ കഴിയില്ല. വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. നമ്മൾ അങ്ങനെ കോണ്ടാക്ട് ചെയ്ത ദിവസം ആ ദിവസം തന്നെ ഉറങ്ങാൻ കഴിയില്ല കുട്ടിക്ക്. ഉറക്കം കിട്ടൂല, കരച്ചിൽ കൂടും. ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ പ്രയാസമാണ്. അപ്പൊ അതുകൊണ്ട് ടെസ്റ്റ് ചെയ്യേണ്ട എന്ന് പറയാനുള്ള കാരണങ്ങൾ അത് തന്നെയാണ്. പിന്നെ ചില പാഠഭാഗം പഠിപ്പിക്കുമ്പോൾ എന്താ നിങ്ങൾ അങ്ങനെ സസ്പെൻസ് ചെയ്യണമെന്ന് നിൽക്കുമ്പോൾ പിന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഒന്നത് കുട്ടികൾക്കത് വളരെ പ്രയാസമാണ്. ഇഷ്ടമായിരിക്കും, നമ്മളിഷ്ടം, നമ്മളുമായി ആ കുട്ടി തമ്മിൽ വല്ലാത്തൊരു ബന്ധം ഉണ്ടാവും. പക്ഷെ ആ കുട്ടിക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല. നമ്മൾ ഉറങ്ങിയെങ്കിൽ ആ കുട്ടിക്ക് നിൽക്കും. നമ്മൾ പുറത്ത് സംസാരിച്ചാൽ ആ കുട്ടിക്ക് അകത്തത് അസ്വസ്ഥ ഉണ്ടാവുക. അങ്ങനെയാണ് അതിന്റെ വിധം. ഇപ്പൊ നമ്മള് ഇനി റാപ്പോ എന്ന ടോപ്പിക്കിന്റെ ഒരു ഹൈലൈറ്റ് വേർഷൻ ഞങ്ങൾ പറയാം. എന്റെ പഴയ ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാം. എന്റെ വീട്ടിലെ വൈഫിന് ഞാൻ ഫോൺ റീചാർജ് ചെയ്ത് കൊടുക്കാറില്ല. കുറെ മുമ്പേ തന്നെ റീചാർജ് കൊടുക്കില്ല. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മനസ്സിൽ കരുതിയാൽ മതി, എന്നെ മനസ്സിൽ കരുതിയാൽ മതി, അങ്ങനെയായിരുന്നു. അപ്പോ അയാൾ സംസാരിച്ച് എന്തെങ്കിലും എന്നെ കുറിച്ച് പറയുകയോ എന്നെ കുറിച്ച് ചിന്തിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്രീ ആവുന്ന സമയത്ത് അയാൾ തിരിച്ചു വിളിക്കും. അപ്പോൾ ഒരു ദിവസം സ്കൂളിൽ വീട്ടിലെത്തിയ ശേഷം പറഞ്ഞു, ഇന്ന് 2:30 നീ എന്നെ കുറിച്ച് ആലോചിച്ചിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ പറയുക, വെറുതെ പറയണുണ്ടോ, ഞാൻ അങ്ങനെ ചെയ്തിട്ടും കൂടി ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറയും, അല്ല, എന്റെ കൈ തെറ്റിയിട്ടില്ല, നീ പറഞ്ഞത് 2:30 അല്ലെങ്കിൽ ആ കൃത്യസമയം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടോ, ആ മാർക്ക് ചെയ്ത സമയത്താണ് നീ ആലോചിച്ചതെന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കും. പറയും, ഇല്ല, നമ്മൾ വെറുതെ പറയാന്ന് വൈഫ് പറയും. അപ്പൊ മക്കളും കൂടെ ഉണ്ടാവും. നമ്മൾ പഠിച്ചൊരു പാഠഭാഗം നമുക്കെതിരെ നോ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഉള്ളിലൊരു അഭിമാനം, ക്ഷതം വരാനുള്ള സാധ്യതയുള്ളതാണല്ലോ. ഞാൻ പറയും, ഇന്ന സമയത്താണ് നീ ചിന്തിച്ചിട്ടുണ്ട്. ഇല്ല, ചിന്തിക്കാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന്. അപ്പൊ മക്കൾ പിന്നെ ഇടപെട്ടൊരു കേസ് ഉണ്ടായി. അതെന്ന് വെച്ചാല് അയൽവാസിയായ ഒരാൾ വന്നു ഭാര്യയോട് സംസാരിക്കുകയാണ്. അപ്പൊ പെണ്ണുങ്ങളൊക്കെ സംസാരിക്കുന്നതിനിടയിൽ ലേഡി ചോദിക്കുന്നുണ്ട് എന്നെ കുറിച്ച് ചോദിച്ച സമയത്ത് കുട്ടികൾ അപ്പൊ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പൊ രണ്ടിലും ഞാൻ പറഞ്ഞ സമയം കൃത്യമാണ്. അതായത് ഞാൻ പറഞ്ഞ 2:33 ആണെങ്കിൽ കുട്ടികൾ വീഡിയോ എടുത്തിട്ടുണ്ട്, ജസ്റ്റ് സംസാരിക്കണം, ആ ലേഡി പറഞ്ഞതും സംസാരിക്കുന്നതും കാര്യങ്ങൾ.
അപ്പോൾ ആ രണ്ടിലും സമയം കൃത്യമാണ്. അപ്പൊ അത്ര കൃത്യമായി വരണമെങ്കിൽ ഈ പറയപ്പെട്ട റാപ്പ് പോലെ ഓരോ ടോപ്പിക്കും നമ്മൾ അവതരിപ്പിക്കുമ്പോൾ പഠിച്ച പാഠഭാഗങ്ങളെ അല്ലെങ്കിൽ അവതരിപ്പിച്ച പാഠഭാഗങ്ങളെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കൃത്യമായി നിങ്ങൾക്ക് ഈ ജീവിതത്തിലെ ഏറ്റവും കണക്റ്റഡ് ആയത് ആരാണോ അയാളിൽ ചെയ്യാൻ നോക്കുക. മക്കളെ വിടി കുറച്ചുകൂടി മുതിർന്ന ആരുണ്ടോ, ഭാര്യമാരുണ്ടോ, അല്ലെങ്കിൽ മാതാപിതാക്കളുണ്ടോ, അവരുമായിട്ട് നിങ്ങൾ ഇത് ഇടപെടുകയാണെങ്കിൽ വളരെ വലിയ റിസൾട്ടുകൾ നിങ്ങൾക്ക് കിട്ടും. മാത്രമല്ല ഈ പാഠഭാഗത്തിന് മറ്റൊരു പ്രത്യേകത ഉണ്ട്. അവർ പലതും പ്രത്യേകിച്ച് ഭാര്യ നമ്മളോട് ചില കാര്യങ്ങളൊക്കെ പറയാൻ ഭാര്യ എന്നോട് പറയാൻ ചില കാര്യങ്ങൾ മടിക്കാറുണ്ട്. പക്ഷെ എന്റെ കൂടെ കുറച്ചു നേരം ഇരുന്നിട്ട് കയ്യുമെന്ന് പിടിച്ച് കണ്ണിൽ നോക്കിയിരുന്ന നമ്മുടെ മൈൻഡിലേക്ക് അവരുടെ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഇപ്പോ പിന്നെ സമദ് മാഷിനും രാജമാഷിനും അബ്ദുള്ളക്കൊക്കെ കൃത്യമായിട്ട് അറിയാം, റഹീം മാഷിനൊക്കെ കൃത്യമായിട്ട് അറിയാം. ഭാര്യമാർ നമ്മളോട് ഇന്ന സാധനം വേണമെന്ന് ആവശ്യപ്പെടൂല. അവര് നമ്മളെല്ലാം ചോദിച്ചാൽ പോലും വേണ്ട എന്നേ പറയൂ. ജസ്റ്റ് ഒന്ന് കൈ പിടിക്കാൻ വേണ്ടി തുടങ്ങിയാൽ എന്റെ ഭാര്യ വേഗം കൈ വലിക്കും. നമുക്ക് ഏകദേശം ധാരണ അങ്ങനെ കിട്ടും. ധാരണ കിട്ടും. അവര് പറയുമ്പോഴേ നമ്മളെ മൈൻഡിലൊരു സാധനം വരും. ഇനി ലേഡീസിന് വേണമെങ്കിൽ തിരുത്തണമെങ്കിൽ തിരുത്തിക്കോളി. ട്രിനിയാമ, what do you feel now? പോയാ പറഞ്ഞോളൂ, അഫ്സത്ത് പറഞ്ഞോളൂ. എന്താ ട്രിനിയാമ ഫോൺ ഓൺ ആക്കിയിട്ട് പോയാ? അത് ഓഫ് ആക്കി പോയാ? ഇല്ല സാറേ, എവിടെയുണ്ട്? എന്താ ഞങ്ങൾ ഈ പറയുന്നത് എന്താ തിരുത്താനുള്ളത്? നിങ്ങളുടെ ആഗ്രഹങ്ങൾ മുഴുവനും ഭർത്താവിനോട് പറയാറുണ്ടോ? ആഗ്രഹങ്ങൾ മുഴുവൻ പറയാറില്ല. ഇനി വല്ലതും നിർബന്ധിച്ച് ഭർത്താവ് ചോദിച്ചാൽ പോലും നിങ്ങൾ വേണ്ട എന്നല്ല പറയാ? അങ്ങനെ പറയാറുണ്ട്. അതാണ് നിങ്ങൾ എന്നല്ല, എല്ലാ ഭാര്യമാരുടെയും പ്രകൃതം അങ്ങനെയാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഭർത്താവ് അത് തിരിച്ചറിയണം. അപ്പൊ തിരിച്ചറിയാനുള്ളത് അയാൾ പറയൊന്നും വേണ്ട, നമ്മളെ മുന്നിൽ ഇരുന്നാൽ മതി, അയാളെ കണ്ണിൽ നോക്കിയാൽ മതി, മക്കളോട് ചോദിച്ചാൽ മതി. നമ്മൾ പഠിപ്പിക്കുന്ന മക്കളോടൊന്നും ഇതുപോലെ കണ്ണിൽ നോക്കിയിട്ടൊന്നും സംസാരിച്ചു നോക്കി അവരുടെ ഉള്ളിൽ ചെറിയ ചാഞ്ചാട്ടം വരികയാണെങ്കിൽ ആ കണ്ണിൽ ആ സമയത്ത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. അപ്പൊ കണ്ണ് ഇനി പറ്റുമെങ്കിൽ എന്ന് പറഞ്ഞിട്ടാണ് അടുത്ത ടോപ്പിക് തരുന്നത്. കയ്യിൽ തൊടണം. ഈ കുഞ്ഞു പിള്ളേരല്ല, ഈ ഒരു 10-18 വയസ്സൊക്കെ ഉള്ള പിള്ളേരുടെ അടുത്ത കണ്ണിൽ നോക്കുന്നതിന് കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. 10 വയസ്സിന് ശേഷമുള്ളതൊക്കെ ധൈര്യമായി നോക്കിക്കോളൂ. ഇന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് നാളെ അത് ഡീറ്റെയിൽസ് തിരിച്ചു തരും വേണ്ടോ? ഇന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഇതൊക്കെ ഈ കെട്ടിയതൊക്കെ എന്തൊക്കെ പ്രാക്ടീസ് ചെയ്യണമെന്ന് സംശയം ഉണ്ടെങ്കിൽ വീഡിയോ ഒന്നും കൂടെ കാണുക, എന്നിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. കൂടെ ഇരിക്കുക, പരമാവധി കൂടെ ഇരിക്കുക. പറ്റുമെങ്കിൽ ആ കയ്യിലൊന്ന് സ്പർശിക്കുക. ഏറ്റവും നല്ലത് നമ്മൾ കൈ കൊടുക്കുമ്പോൾ ഷെയ്ക്കൻഡ് കൊടുക്കുന്ന പോലെ വലത് കൈ കൊണ്ട് ഇടത് കൈയിന്റെ ഉള്ളിൽ വച്ച് കൊടുക്കലാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ കൊടുത്തിട്ട് ഒന്ന് സംസാരിച്ച് നോക്കണം. കൈ പിടിച്ചിട്ട് ഇത്ര നേരം ഇരുന്ന് കണ്ണിൽ നോക്കി സംസാരിക്കുക. അപ്പൊ കൈ വെറുതെ കൊടുത്താൽ പോരാ, ജസ്റ്റ് ഇങ്ങനെ കൈ കൊടുത്തിട്ട് ഇങ്ങനെ കൈ കൊടുക്കണ അങ്ങനെ പറ്റില്ല. കൊടുക്കുമ്പോൾ ശരിക്കും കൈ പിടിച്ചെന്നുള്ള ഫീലിംഗ് അവർക്ക് ഉണ്ടാകും. നമ്മുടെ മൈൻഡിൽ ഒരു സാധനം വരേണ്ടതുണ്ട്. ഇവർ കൈ കെട്ടിയാൽ ആ കൈയിന്റെ ചൂട്, ടെമ്പറേച്ചർ, അത് നമ്മൾ അറിയാൻ കഴിയുക നോക്കണം. നല്ല ചൂടാണ്, തണുത്ത കൈയാണ്, ഇതൊന്ന് വിറങ്ങലിച്ച കൈയാണ്, ഇതൊക്കെ നമുക്ക് പറയാലോ. നമ്മുടെ ശരീരത്തിന്റെ ചൂടും അവരുടെ ചൂടും തമ്മിൽ മാച്ചാവാൻ ജസ്റ്റ് സംസാരിച്ചാൽ മതി. നിങ്ങളെ കൈ അല്ലെങ്കിൽ മോളെ കൈ അല്ലെങ്കിൽ മോന്റെ കൈ പെരുഞ്ചായി ചൂടാണല്ലോ, എന്താണ് ഇത്ര വലിയ ടെൻഷൻ, എന്താ വേണമെങ്കിൽ ചോദിക്കാം. അപ്പോ ജസ്റ്റ് ആ കൈ കൊടുക്കാൻ പറ്റണമെങ്കിൽ ഒന്നും കൂടെ പറയണം. കൈ പിടിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല, ഇനി അങ്ങനെ പറഞ്ഞിട്ട് പ്രേരണ കുറ്റം എന്റെ പേരിൽ ആരോപിക്കേണ്ടതില്ല. കഴിയുന്നവർ പറ്റുമെങ്കിൽ 2 വാക്ക് പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ബന്ധുക്കളോ നമ്മുടെ റിലേറ്റീവ്സോ ഒക്കെ ആയ ആളുകളെ കൈ പിടിക്കുന്നതിന് മടിയില്ലല്ലോ. അപ്പൊ കൈ പിടിച്ചാൽ പോരാ, ആ കൈയിന്റെ ടെമ്പറേച്ചർ നമ്മൾ അറിയാം. പറ്റുമെങ്കിൽ അടുത്തും കൂടി പറ്റുമെങ്കിൽ കുറച്ചു നേരം കൂടെ പിടിക്കാൻ കഴിയുമെങ്കിൽ, ഒന്നും കൂടെ തോളിൽ പിടിച്ചുകൊണ്ടാണെങ്കിലോ, നമ്മളിപ്പോ എഴുന്നേറ്റ് സംസാരിക്കുമ്പോഴാണെങ്കില് തോളെ പിടിച്ചോണ്ട് സംസാരിച്ചാല് അത് അടുത്ത ടോപ്പിക്കായിട്ട് നമുക്ക് എടുക്കാം. അതെ, ഇപ്പൊ നമ്മൾ കൈ ആയിക്കോട്ടെ. നല്ല രസമുണ്ടല്ലേ ചോദ്യം ഉത്തരം? ഓക്കെ. അപ്പൊ കൈ പിടിക്കുമ്പോ ഈ കൈയിന്റെ ടെമ്പറേച്ചർ നമ്മൾ അറിയുന്നു. കുറച്ചും കൂടെ ഡീപ്പായിട്ട് പിടിക്കാൻ സമയം കിട്ടുകയാണെങ്കിൽ ഇവരുടെ ഹെർട്ട് ബീറ്റ് നമുക്ക് കിട്ടുമോ എന്നറിയാം. ഹെർട്ട് ബീറ്റ് കൈ പിടിച്ചാൽ
ഹാർട്ട് ബീറ്റ് കിട്ടുമോ? അപ്പൊ അവര് സംസാരിക്കുന്ന സംസാരത്തിന് നീട്ടിക്കൊണ്ടുപോകുന്നതോടൊപ്പം ഹാർട്ട് ബീറ്റും കൂടി കിട്ടുമോ നോക്കാം. അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ യെസ്, അവരുടെ ചിന്തകൾ വരെ നിങ്ങൾക്ക് കോപ്പി ചെയ്യാൻ കഴിയും, കോപ്പി അടിക്കാൻ പറ്റുന്ന അർത്ഥം. അപ്പോൾ അതിന് കുറച്ച് സമയം കിട്ടേണ്ടി വരും. അപ്പോൾ കൈ കൊടുക്കുമ്പോൾ നമ്മളിങ്ങനെ കൈ പിടിക്കുമ്പോൾ അവരെ കൈ പിടിച്ച് വേദനയാക്കലല്ല, സോഫ്റ്റ് ടച്ച് ആണ് ഏറ്റവും നല്ലത്. എന്നാൽ കൈ അവർക്ക് എടുക്കാൻ തോന്നാനും പാടില്ല. കൈ തന്ന ആൾ കൈ വലിക്കാൻ അവർക്ക് തോന്നാനും പാടില്ല. എന്നാൽ സോഫ്റ്റ് ആയ ടച്ച് ആവുകയും ചെയ്യണം. ഇതിനിടയിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഹാർട്ട് ബീറ്റ് കിട്ടുമോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഈ സംസാരത്തിനിടയിൽ തന്നെ കൈ പിടിച്ചിട്ട് വർത്തമാനം പറയുന്നതിനിടയിൽ ചൂട് മനസ്സിലായി, അതോടൊപ്പം തന്നെ ഹാർട്ട് ബീറ്റ് മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കാം. കയ്യിന്റെ ഉള്ളിൽ നിന്ന് കിട്ടുമോ ഹാർട്ട് ബീറ്റ്? നമ്മളെ കൈയല്ലാതെ വേറെ ആളെ കൈയുണ്ടോ നോക്കിയേ, എന്തെങ്കിലും കൊടുത്തു നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് കിട്ടുന്ന പരിസരത്ത് എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് തടവിയാൽ കിട്ടും. ഉള്ളിൽ നിന്ന് കിട്ടാനും സാധ്യത ഉണ്ട്. നമ്മളെ കൈൻ്റെ ഉള്ളിൽ തന്നെ കിട്ടൂല, നമുക്ക് തൊട്ട് നോക്കിയാൽ കിട്ടും. പക്ഷെ നമ്മള് കൈ കൊടുക്കുമ്പോൾ നമ്മളെ കൈയും ഉള്ളിലായിരിക്കും, പക്ഷെ വിരലുകളായിരിക്കും പുറത്തുണ്ടാവുക. അപ്പൊ ആ ഭാഗത്തൊന്ന് ഇഞ്ചക്ഷൻ വെക്കുന്ന ഭാഗങ്ങളിലൊക്കെ തൊടാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കളെ കൈയാണ് നമ്മളെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഉള്ളിലേക്ക് കൈ വെക്കുക. എന്നിട്ട് അവരുടെ കൈയിന്റെ പുറം ഭാഗത്തൊന്ന് തടവി നോക്കിയാൽ അവര് നമ്മൾ വല്ലാതെ മിസ് ചെയ്യും. അവർക്ക് വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് കൂടുകയും ചെയ്യും. അവർക്ക് വലിയ വേദനയോ സഹായം എന്താ പറയാ, വേദന സഹിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർ ആ വേദന പോലും മറന്നു പോകും. അപ്പോ കൈ പിടിച്ചിട്ട് കൈയിന്റെ പുറത്ത് ഇങ്ങനെ തടവി കൊടുത്താൽ ഈ പറഞ്ഞപ്പെട്ട സങ്കടങ്ങൾ വരെ ഇങ്ങോട്ട് തടവരുത്, പുറത്തേക്ക് ക്ലെൻസിങ് എന്ന് പറയാം, പുറത്തേക്ക് തടവിയിട്ട് ഒഴിവാക്കി കൊടുക്കുന്നത് പോലെ. ഇങ്ങനെ ഒഴിവാക്കുന്നത് വേണ്ട, ഇങ്ങനെ പുറത്തിങ്ങനെ തടവി ഇങ്ങനെ കൊടുത്താൽ അവരുടെ വേദന പോലും പോകും. പറ്റുമെങ്കിൽ അടുത്ത സ്റ്റെപ്പ് അവരുടെ കാല് തടവി കൊടുക്കുക, മാതാപിതാക്കളുടെ കാലവും തടവി കൊടുക്കുക. അതന്നെ മുകൾ ഭാഗത്തിന് താഴേക്ക് ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ അതിന്റെ കാലിന്റെ ടെമ്പറേച്ചർ അറിയുമോ നോക്കാം. രാജുമാഷ പേര് വിളിക്കുന്നുണ്ട് അല്ലേ? മാഷ് ഞാൻ വളരെ ക്യൂരിയോസിറ്റിയോടെ കേൾക്കുക. ഇങ്ങനെ പേടിപ്പിക്കാതില്ലേ പേര് വിളിച്ചിട്ട്. അപ്പൊ തൈലം കൊടുക്കുന്നതിന് മുമ്പേ, തൈലം ഇട്ടാൽ നമുക്കത് അറിയില്ല, തൈലം കൊടുക്കുന്നതിന് മുമ്പേ അവരുടെ ആ കാലിൽ നമ്മളൊന്ന് തടവി കൊടുക്കും. തടവുമ്പോ ഈ പറയപ്പെട്ട നമ്മുടെ അബോധ മനസ്സ് നമ്മുടെ ബോധ മനസ്സും ഫോക്കസ് നോട്ടീസ് ചെയ്യണം അയാളുടെ ടെമ്പറേച്ചർ, അവരുടെ ഹാർട്ട് ബീറ്റ്. ഒന്നും കൂടെ പറയുകയാണെങ്കിൽ ഹാർട്ടിന്റെ അടുത്ത സ്റ്റേജാണ്, അതായത് രാജമാഷ വിളിച്ചത് അതിനാണ്. ഈ തൊടുന്ന സമയത്ത് അവരുടെ ഹൃദയത്തിന്റെ മിടിപ്പ് വരെ നമുക്ക് കേൾക്കാൻ കഴിയുമോ നോക്കാം. സ്ട്രോങ് കൂടിയോ വേണ്ട, നമ്മുടെ കയ്യിന്റെ ഉള്ളിൽ കൈ വെച്ചാൽ മതി. നിങ്ങളുടെ കയ്യിൽ വെച്ചിട്ട് നേരത്തെ പറഞ്ഞ പോലെ ടെമ്പറേച്ചർ കൂടുന്നുണ്ടോ എന്ന് നോക്കി കയ്യിന്റെ ഉള്ളിൽ കിട്ടുന്നില്ലെങ്കിൽ കൈ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് പാസ് ചെയ്താൽ മതി. എന്റെ കൈ ചൂടായി പറഞ്ഞപ്പോഴേക്കും തൊട്ട് നോക്കുക, ചൂട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ യെസ്, ടെമ്പറേച്ചർ നമുക്ക് മനസ്സിലായി, നമ്മുടെ ടെമ്പറേച്ചർ നമുക്ക് മനസ്സിലായി. അതോടൊപ്പം തന്നെ ഹാർട്ട് ബീറ്റ് കിട്ടുന്നുണ്ടോ നോക്കി, വൈബ്രേഷൻ എന്ന് പറയാം, വൈബ്രേഷൻ കിട്ടുന്നുണ്ടോ. ഒന്നും കൂടി ഫോക്കസ് ചെയ്ത ഹാർട്ട് ബീറ്റ് ഇവിടെ അറിയുന്നുണ്ടോ, കയ്യിന്റെ ഉള്ളിൽ നമ്മൾ വിരൽ വെച്ച ഭാഗത്ത് ഹാർട്ട് ബീറ്റ് അറിയുന്നുണ്ടോ എന്നുകൂടി നോക്കി. യെസ്, സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. അതുകൊണ്ട് സാറേ അറിയുന്നുണ്ട്. 3 സാർ ഉണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്, ഓക്കെയാണ്. എന്നാ ഞാൻ ഈ ഒന്നും കൂടെ പറയട്ടെ, അതിന്റെ എക്സ്ട്രാ ഒരു പാഠഭാഗം കൂടി പറയണേ. നിങ്ങളുടെ ശരീരത്തിലുള്ള എനർജിയെ അറിയാൻ വേണ്ടിയിട്ട് കൈവച്ച ഭാഗത്ത് ഒന്നും കൂടെ കൈവച്ച് ആ ചൂട് അറിയെങ്കിൽ കൈയൊന്ന് വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ തിരിച്ച് കൈ അറിയാം, കൈയോടെ വെക്കി. തൽക്കാലം ലോക്കിംഗ് ആണ്. ഉയർത്തി കാണിച്ചാലോ? ഓക്കെ കൈ വെച്ചു. ചൂട് കിട്ടിയോ? ചൂട്, ടെമ്പറേച്ചർ അറിയുന്നുണ്ട്, ഹാർട്ട് ബീറ്റ് അറിയുന്നുണ്ട്. കൈ ഒന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കൈ മാറ്റി വെച്ചോളൂ. ആ ഇടത് കയ്യിൽ ഇപ്പോഴും കയ്യിൽ ഇപ്പോഴും ചൂടില്ലേ നോക്കി, കുറച്ച് ചൂട് ഓവറായിട്ട് നിൽക്കുന്നുണ്ടാവും. ഓക്കെ, ഇനി അടുത്ത കൈ വലത് കൈ എടുക്കുക. വലത് കയ്യിൽ അതുപോലെ കൈ വെക്കുക. എന്നിട്ട് ഈ പറയപ്പെട്ട ടെമ്പറേച്ചർ അറിയുന്നുണ്ടോ, ഹാർട്ട് ബീറ്റ് അറിയുന്നുണ്ടോ,
വൈബ്രേഷൻ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ടെമ്പറേച്ചർ ആയിരുന്നു നോക്കുക. കിട്ടി. ചൂട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതും ഒന്നിങ്ങനെ തിരിക്കാം. ഓക്കെ. ഇനി കൈയിനെ കുറച്ച് അകലത്തേക്ക് കൊണ്ടുപോവുക, ഒന്ന് അടുത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരിക. നമുക്ക് അതിനുള്ള ഒരു കൈ കൂട്ടി മുട്ടിക്കണ്ട, ഇങ്ങനെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു മാഗ്നറ്റിക് പവർ ഉള്ളത് പോലെ ഫീൽ ചെയ്യും. ഓക്കെ. ഇനി ഒരു ബോൾ തിരിക്കുന്നത് പോലെ തിരിച്ചു നോക്കുക. തിരിച്ചും റിവേഴ്സ് തിരിക്കുക. ഇനി ഒന്നും കൂടെ അങ്ങനെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ മാഗ്നറ്റിക് പവർ കൂടിയതായിട്ട് കാണാം. ഓക്കെ ഓക്കെ ഓക്കെ. കൈയൊന്ന് കൂട്ടിയെടുത്ത് നോക്കി. ഇനി മാഗ്നറ്റിക് പവർ ഉണ്ടോ നോക്കി. അപ്പൊ ശരീരത്തില് ഈ പറയപ്പെട്ട ശരീരത്തിലുള്ള ഒരു എനർജിയെ നമ്മൾ ഓൺ ചെയ്തതാണ്. ഈ ഒരു ഓൺ ചെയ്യലാണ് ശരിക്കും നമ്മൾ റെക്കി എന്ന് പറഞ്ഞ പ്രോഗ്രാം. നമ്മൾ ശരീരത്തിലെ എനർജി ഉണ്ട്, പ്രപഞ്ചത്തിലെ എനർജി ഉണ്ട്. ആ എനർജിയെ നമ്മൾ സ്വീകരിക്കുന്നു. സൂര്യപ്രകാശത്തിലെ എനർജി ഉണ്ട്, സൂര്യന്റെ ചൂട് തട്ടിൽ മാത്രമല്ല എനർജി, അല്ലാതെ കുറെ എനർജി ഉണ്ടെന്ന് മനസ്സിലാകുന്ന ഒരു ടോപ്പിക്കാണ് റെക്കി എന്ന് പറയുന്നത്. റെക്കി അതിന്റെ ഒരു കിരണം വിടുന്ന, അതിന്റെ ഒരു ഓപ്പണിംഗ് ആണ് നമ്മൾ ഇവിടെ ചെയ്തത്. ഞാൻ പറഞ്ഞു വന്നത് റാപ്പോ എന്ന പാഠഭാഗത്തിലേക്ക് വരുമ്പോൾ മാതാപിതാക്കളുടെ കൈകളും കാലുകളും തടവി കൊടുക്കുന്ന മക്കളാണ് നമ്മൾ എങ്കിൽ അവരുടെ വേദനക്കുള്ള ആശ്വാസമാണ് നമ്മൾ. ഒരിക്കൽ എൻ്റെ അനുജൻ ക്ലാസ്സിൽ ഞാൻ എന്നെ പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ അനുജൻ വന്നിരുന്നു. അപ്പോ അന്ന് ഞാൻ കുട്ടിക്കാലത്ത് ഞാൻ മഹാകുരുത്തക്കടായിരുന്നു. അപ്പോ അവൻ ക്ലാസ്സിൽ വന്നിട്ട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഒരു കാലത്ത് എൻ്റെ മാതാവിന്റെ തലവേദനയായിരുന്നു ജ്യേഷ്ഠനെങ്കിൽ ഇപ്പോ എത്ര ദൂരെയാണെങ്കിൽ പോലും അമ്മയ്ക്ക് തലവേദന വന്നാൽ അത് ദൂരീകരിച്ചു കൊടുക്കുന്ന ആള് ഇയാളാണെന്ന് പറഞ്ഞത്. ഇത്തിരി ആശ്വാസമാവാൻ നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ ഈ പറഞ്ഞ പാഠഭാഗങ്ങൾ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പുതിയ പുതിയ ആളുകളെ, ഈ കണക്ഷനുകളെ, ഒരിക്കലും ബന്ധങ്ങൾ വേർപ്പെടുത്താൻ കഴിയാത്ത വിധം നമ്മളുമായി അടുപ്പിക്കാൻ കഴിയുന്ന ഒരു ടോപ്പിക്കാണ് ഈ പഠിപ്പിച്ച പാഠഭാഗം. അപ്പോ NLPയിലെ ഏറ്റവും പവർഫുൾ ടൂളാണ് നിങ്ങൾക്ക് ഇന്ന് പഠിച്ച ഈ പാഠഭാഗം. അപ്പൊ അതിനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് ഇതിന്റെ ലിങ്ക് തരും. ഈ പാഠഭാഗം നിങ്ങൾ ക്ലാസ്സിൽ പങ്കെടുക്കാത്ത ആളുകൾക്ക് ഈ പാഠഭാഗം മാത്രം ലിങ്ക് കോപ്പി ചെയ്തിട്ട് അയച്ചു കൊടുക്കരുത് എന്ന് പ്രത്യേകം പറയാം. കാരണം ഇതിന് ഇരുതല മൂർച്ചയുള്ള ഒരു ഭാഗമാണ് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വേണ്ട വിധത്തിലല്ലാതെ ഉപയോഗിച്ചാൽ അവർക്ക് വിനയായി മാറും. അപ്പോൾ അങ്ങനെ ഒരു വിനയിലേക്ക് അവരെ തള്ളി വിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. പാഠഭാഗം ഉപകാരമാവണമെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് ഏറ്റവും ചുരുങ്ങിയത് ഒരു 10 ആൾക്കെങ്കിലും ഇതേ സാധനം, വ്യത്യസ്തരായ 10 ആളുകളുമായിട്ടെങ്കിലും നാളെ ക്ലാസ്സിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങളത് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ. ഇന്ന് നേരത്തെ നിർത്തിക്കോട്ടെ. നേരത്തെ എന്ന് പറഞ്ഞാൽ 2 മിനിറ്റ് മുമ്പാണ്. എന്തെങ്കിലും ചോദിച്ചാൽ ചോദിക്കാം. ആരാണിത്? റഹീം സാറോ? ഈ NLPയില് ഹീലിംഗ് നോട്ടുള്ള ഇത് വരുന്നുണ്ട്. എങ്ങനെയാ അത് മുമ്പ് ചോദിക്കണം വിചാരിച്ചിരുന്നു. ഹീലിംഗ് എന്നത് ബേസ് ചെയ്ത ഒരു ക്ലയന്റിന്റെ കേസുമായി നിങ്ങൾ വാ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഹീലിംഗ് പഠിപ്പിക്കാം. അങ്ങനെയാണ്. ചില ശാരീരിക രോഗങ്ങൾക്ക് ഹീലിംഗ് വഴി അത് നമുക്ക് മാറ്റം ഉണ്ടാകാൻ കഴിയുമെന്ന് ചോദിക്കുന്നത്. അതായത് ഏതൊരാളുടെയും ഒരു അവസ്ഥ, ഇപ്പൊ കാലിന് നടക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ, അത് അയാൾക്ക് തോന്നുന്നതാണെങ്കിൽ അത് നമുക്ക് ഹീൽ ചെയ്ത് കൊടുക്കാം. ഒരാൾക്കൊരു അലർജി ഉണ്ട്, അലർജി അയാൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. ആ അനുഭവപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് ബോധ്യമായ കാര്യമാണ്. ആ അലർജിയെ നമുക്ക് അയാളിൽ നിന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചിലത് ഹീൽ ചെയ്ത മറച്ചു വെക്കുക എന്നല്ലേ വാക്കിനർത്ഥം. മറ്റൊന്ന് നമ്മൾ പറഞ്ഞ വാക്ക് ഹീലിംഗ് മാത്രമല്ല, അയാൾക്കുന്നത് ഒഴിവാക്കി കൊടുക്കലാണ് നമുക്ക് ശരിയായ സിസ്റ്റം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് അമ്മയുടെ കാൽ തടവുമ്പോ ആ കാലിന്റെ തടവിൽ നിന്നൊരു പ്രത്യേകത ഉണ്ട്. തടവിൽ അയാൾ ആ വേദന ഒഴിവാക്കി കൊടുക്കുകയാണ്. മക്കൾ നമ്മളെ മാതാവിനെ പിതാവിനെ തൊടുന്നത് അവർക്ക് വല്ലാത്തൊരു ഇഷ്ടമുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് ഇപ്പൊ വാർദ്ധക്യ സമയത്ത്. അപ്പൊ ആ സമയത്ത് നിന്ന് ഒത്തിരി ആശ്വാസം കൊടുക്കുക എന്ന് പറഞ്ഞത് ഹീലിംഗ് അല്ല, അവിടെ അത് പ്രശ്നം തന്നെ സോൾവ് ആവലാണ്. ഇപ്പൊ എൻ്റെ അമ്മയ്ക്ക് മാതാവിന് 79 വയസ്സായി. ഞാൻ കഴിഞ്ഞ ദിവസം ചെല്ലുന്ന സമയത്ത് വീട്ടിൽ എഴുന്നേൽക്കാൻ വയ്യാന്ന് പറഞ്ഞു. അപ്പൊ എവിടെയാ വേദന എന്ന് പറഞ്ഞാൽ പുറത്തൊരു മുഴ പോലെ ഉണ്ട്.
തലേ ദിവസം അമിതമായി വർക്ക് ചെയ്തതിന്റെ ഭാഗം വീട് ക്ലീൻ ആക്കുക, വീണ്ടും ക്ലീൻ ആക്കുക, അങ്ങനെ ഒരു ചെറിയ മാനസിക പ്രയാസം ഉള്ളത് കൊണ്ടാണ്. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം, ആ ഭാഗത്ത് മാത്രം ഒന്ന് തടവി കൊടുത്ത് അവിടെ ഈ പറയപ്പെട്ട ടെമ്പറേച്ചർ, ഹാർട്ട് ബീറ്റ്, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ടൊന്ന് ഇങ്ങനെ ഞാൻ പറയാണ് അത് പോയല്ലോ. അപ്പൊ ആ പോയല്ലോ എന്ന് പറയുമ്പോൾ അവിടെ മുഴയുള്ളത് നമുക്ക് കാണാം. പക്ഷെ മാതാവ് ഒന്ന് തൊട്ട് നോക്കുകയാകുമ്പോൾ അവിടെ മുഴ കാണുന്നില്ല. അപ്പൊ ഈ പറഞ്ഞ ഹീലിംഗ് അവിടെ നടക്കുകയാണ്. എന്റെ കുട്ടീൻ്റെ പറഞ്ഞു ഓക്കെയാണ്, എന്നാ എണീക്കെല്ലാവരും എണീറ്റു, പിന്നെ എന്റെ കൂടെ നടന്നു, സംസാരിക്കും, ഞാനും കൂടെ കൂടി. പിന്നെ ഞാൻ അങ്ങനെ ഒഴിഞ്ഞു പോകുമ്പോൾ ആ ഒഴിഞ്ഞു പോകുന്നതോടുകൂടെ അവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ സ്കൂട്ടാവാന്ന് പറയും. ആ സ്കൂട്ടാവുന്നത് ഒരു പ്രയാസമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വേറെ ആരെങ്കിലും അനിയന്മാരെ വിളിച്ച് മൈൻഡിൽ വേറൊരു എൻഗേജ്മെന്റ് അമ്മയ്ക്ക് കൊടുത്തിട്ടാണ് ഞാൻ അവിടുന്ന് മാറാൻ ശ്രദ്ധിക്കാറുള്ളത്. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഞാൻ പോയാൽ പിന്നെ എന്നെ കുറിച്ച് പറഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോ ഇവിടെ അതാണ് പ്രധാന. മാതാപിതാക്കളെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ട് അവരെ വേറെ ഒന്നിൽ എൻഗേജ് ചെയ്യിച്ചിട്ടല്ലാതെ നമ്മൾ അവിടെ നിന്ന് പൊയ്ക്കൂടാ. പിന്നെ ഈ പാഠഭാഗത്തിന്റെ അനുബന്ധമായി മനസ്സിലാക്കേണ്ടതാണ്. രാജു സാർ എന്താ പറയാൻ വേണ്ടിയത്? അല്ല സാറേ, ഞാൻ ജീവിതത്തില് ഈ മാഷിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിൽ ഏറ്റവും പ്രയോജനപ്രദമായ ഒരു പാഠഭാഗത്തിലൂടെ കടന്നുപോയതെന്ന്. താങ്ക് യു. കുടുംബത്തിൽ ഏറ്റവും പ്രയോജനപ്രദമായ ഒരു പാഠഭാഗം തീർച്ചയായിട്ടും മാഷ്. വളരെ നന്ദിയുണ്ട് മാഷോട്. താങ്ക് യു. ഞാൻ നിർത്തിക്കോട്ടെ. 28 നിർത്താൻ ഒരുങ്ങിയതാണ്, അപ്പൊ 33 എത്തി. അപ്പൊ ഓക്കെ, താങ്ക് യു. താങ്ക് യു സാർ. താങ്ക് യു സാർ. താങ്ക് യു. താങ്ക് യു സാർ.